അറിവുള്ള ഒരു കുട്ടീന്റെ അറിവില്ലായ്മ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അറിവില്ലായ്മയെ നമുക്ക് അറിവാക്കാനേ പറ്റുള്ളൂ. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന 2-3 പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ലൈഫിലേക്കും ടെക്നോളജീനെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതായത് നാളെ ഒരു കുട്ടി ഒരു ഇന്റർനെറ്റ് ബ്രൗസിംഗിൽ ഒരു ഹിസ്റ്ററി നോക്കി നമ്മുടെ കുട്ടി എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് വ്യൂ ചെയ്യുന്നത് കാണാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വാങ്ങിയ എനിക്ക് എന്റെ ഭാര്യയുടെ അമ്മയുടെ പറഞ്ഞു, എന്റെ ഭാര്യന്റെ അമ്മ ടെക്നോളജി അവരോട് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ ഞാൻ ഒരുപാട് കാലങ്ങളായി ആവശ്യമുണ്ടായിരുന്നു. അപ്പോ അവർക്കത് പറ്റൂല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കാണ് നിർബന്ധപൂർവ്വം അത് വാങ്ങേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നു. ലാൻഡ് ഫോൺ കട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു വീട്ടിൽ, എന്തോ റോഡിന്റെ പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇവർക്കാണെങ്കിൽ എല്ലാ ദിവസവും മക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാന് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു. അപ്പൊ എന്നോട് വാങ്ങാൻ പോകുമ്പോഴേ പറഞ്ഞു, ഈ ചെറുത് മതി, മറ്റേ വലിയ ആൻഡ്രോയിഡ് ഒന്നും വേണ്ട, ടച്ച് സ്ക്രീൻ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചെറുത് വാങ്ങിക്കൊടുത്തു. അതിൽ 30 ഫോൺ എടുക്കുക, കളിക്കുക അതൊക്കെ. പിന്നീട് എന്റെ അളിയൻ എന്ന് വെച്ചാ അവന്റെ മകൻ പറഞ്ഞു, ഇനിയിപ്പോ വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കാണാം എന്നൊക്കെയുള്ള രീതിയിൽ നിർബന്ധപൂർവ്വം ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കും. ആൻഡ്രോയിഡ് ഫോൺ 2-3 ദിവസം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അറിയാണ്ട് കോള് പോവുക, അറിയാണ്ട് തട്ടിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസം 1 മണിക്ക് നമുക്ക് വന്നിട്ടുണ്ട് കോള്, അറിയാണ്ട് തട്ടിപ്പോയിട്ട്. അവര് കിടക്കേണ്ട ഇടയ്ക്ക് വെക്കും, എങ്ങനെയൊക്കെ തട്ടിപ്പോയി പോകണം. പക്ഷെ ഇപ്പോ അവര് വളരെ എന്താ പറയുക, ടെക്നോളജിയോട് ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത ഒരു സ്ത്രീ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം കഥ പറയാം. അവരിപ്പോ വാട്സപ്പില് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്, വോയിസ് ക്ലിപ്പ് അയക്കുന്നുണ്ട്, മക്കളുമായിട്ട് എന്റെ കുട്ടികളായിട്ട് അവര് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അവര് കുടുംബത്തിലുള്ള മറ്റ് റിലേറ്റീവ്സിനോട് ഇപ്പൊ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. മക്കളോട് പറഞ്ഞ അവര് ചെയ്തിട്ട് നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം എന്ന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ ടെക്നോളജി നമുക്ക് തരുന്ന, പക്ഷെ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് എങ്ങനെ ഗുണകരമാക്കാം, ഏതൊക്കെ തരത്തിൽ ദോഷമായി ഭവിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അതിന് അതിൻ്റെതായ നിയന്ത്രണങ്ങളും അതിൻ്റെതായ കൃത്യമായ രൂപങ്ങളും ഉപയോഗിക്കുന്ന രീതികളൊക്കെ നമ്മൾ സ്വായത്തമാണ്, അത് വേറെ കാര്യം. പക്ഷേ ഒഴുക്കിനോടൊപ്പം ഒഴുകാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ മുഴുവനും കെട്ടിപ്പുണരണം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഗുണകരമാണോ അല്ലയോ എന്ന് നോക്കി വേണം നമ്മൾ അതിനെ അബ്സോർബ് ചെയ്യാൻ. പക്ഷെ സമൂഹത്തിന്റെ മാറ്റത്തെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിന്റെ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ എന്റെ നിർദ്ദേശം, രക്ഷിതാക്കൾ ടെക്നോളജി പഠിക്കുക. ടെക്നോളജി പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാത്ത, എന്താ പറയാ, ആൻഡ്രോയിഡ് ഫോൺ എന്താണെന്ന് അറിയാത്ത ആൾക്കാര് ഇപ്പൊ ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വെബ്ക്യൂ ആപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. വെബ്ക്യൂ ആപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കള്ളു കുടിക്കേണ്ട നിർബന്ധം വന്നവന് കള്ളിന് വേണ്ടി അയാൾ ആപ്പ് ആഡ് ചെയ്തു, ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി. ടെക്നോളജി അവനെ കമ്പൽ ചെയ്തത് ചെയ്യാം. അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഭാവിയെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിനെയും ഇന്റർനെറ്റിനെയും എങ്ങനെ ഉപയോഗിക്കാം, നിങ്ങളുടെ ജീവിതവുമായി അതിനെ എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് ആലോചിച്ച് തീരുമാനിച്ചത് ചെയ്യണം. ഉദാഹരണത്തിന് ബിൽ പേയ്മെന്റ്, ചെറിയ തരത്തിലുള്ള പർച്ചേസുകൾ, അല്ലെങ്കിൽ റീഡിങ്, പുസ്തകങ്ങൾ, നിറയെ പുസ്തകങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ, മ്യൂസിക്സ്, നിങ്ങൾക്ക് കേൾക്കാനുള്ള മ്യൂസിക്കുകൾ, യൂട്യൂബിൽ നിന്ന് മ്യൂസിക്കുകൾ എങ്ങനെ കേൾക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളിൽ രക്ഷിതാക്കളും കൂടെ ഇടപെടണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ടെക്നോളജി നമ്മൾ പഠിക്കും, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ അന്തരം ഇങ്ങനെ കൂടി വരും. നിങ്ങളുടെ കുട്ടി ടെക്നോളജി പല ഡിമാൻഡുകളും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് തോന്നും. അവനത് വേണമെന്നുള്ള നിർബന്ധം വരും. നിങ്ങൾ തമ്മിൽ മെന്റൽ ക്ലാഷ് വരും. നേരെ മറിച്ച് ടെക്നോളജിയിൽ നിങ്ങളും കൂടി ചെറിയ തരത്തിൽ അപ്ഡേറ്റഡ് ആകുന്ന സമയത്ത് ആ ടെക്നോളജിയുടെ ആവശ്യം എന്താണ്, അത് എന്റെ കുട്ടിക്ക് എങ്ങനെ ആവശ്യമായി ഭവിച്ചേക്കാം, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പോ നിർബന്ധമായും രക്ഷിതാക്കള് ടെക്നോളജിയുമായി
ജീവിതത്തെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ വലിയ അന്തരം നിങ്ങളും കുട്ടിയും തമ്മിലുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ ടെക്നോളജീനെ എങ്ങനെയാണ് ഒരു കുട്ടി ഉപയോഗിക്കേണ്ടത്? ടെക്നോളജീനെ കുട്ടി ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും കുട്ടിക്കൊരു മൊബൈൽ ഫോണോ കുട്ടിക്കൊരു ടാബോ കുട്ടിക്കൊരു ലാപ്ടോപ്പോ വാങ്ങിക്കൊടുത്ത് നെറ്റ് കണക്ഷൻ കൊടുത്ത് മോനെ പഠിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും പാടില്ല. അതിനും നല്ലത് 4 മുള കയറോന്ന് മേടിച്ചു കൊടുക്കുന്നതാണ്. ആത്മഹത്യാപരമാണെന്ന് ഞാൻ പറയും. ഒരു ടാബ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഒരു കുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവന്റെ എന്താ പറയാ അവന്റെ ചരമക്കുറിപ്പ് എഴുതുന്നതാണെന്ന് ഞാൻ പറയും. അത്ര ഡേഞ്ചറസ്. ഇന്ന് അതിന് മാത്രം ട്രാപ്പുകളുണ്ട്, പല തരത്തിലുള്ള ട്രാപ്പുകൾ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ഒരു ബ്ലൂ വെയിൽ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ, പ്രത്യേകിച്ച് കുട്ടികൾ നിങ്ങൾ വിചാരിക്കും പോലെയല്ല. കുട്ടികൾ ഇങ്ങനെ നോയഞ്ഞ് കയറി പോകും. അവന്മാരൊരു ലിങ്ക് കിട്ടി എങ്ങനെ കയറിപ്പോകും, എന്നിട്ട് അതിന്റെ ഉള്ളു വരെ ചെല്ലും. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടിയുടെ കയ്യിൽ ഇന്ന് തീരുമാനിച്ചോളൂ, നിങ്ങളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ ഒരു കാരണവശാലും കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും. അതിനും നല്ലത് അവരെ കൊലക്ക് കൊടുക്കുന്നതാണ്. പെർമിഷനോടെ മാത്രമേ മൊബൈൽ കൊടുക്കാൻ പാടുള്ളൂ. കഴിയുമെങ്കിൽ സൂപ്പർവിഷനോടെ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. കാര്യം ഒരു 18-20 വയസ്സ്, 18 വയസ്സ് വരെ, 16 വയസ്സ് വരെ എങ്കിലും നമ്മൾ നല്ല മലയാളം പറഞ്ഞ മസ്തിഷ്ക പ്രക്ഷാളനം, ഒരാളുടെ ബുദ്ധിനെ ഭ്രമിപ്പിച്ച് ബുദ്ധിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് സൈറ്റുകൾ, കുട്ടികളെ മുഴുവനും എന്താ പറയാ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകൾ, എസ്പെഷ്യലി പലതരത്തിലുള്ള ലസ്റ്റ്, ലൈംഗികാസക്തി വളർത്തത്തക്ക രീതിയിലുള്ള, നിങ്ങള് വെറുതെ സിമ്പിളായിട്ട് ഇപ്പോ ഹിന്ദു മിത്തോളജിയിലെ ദൈവം ശ്രീകൃഷ്ണന്റെ ലീല അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ നൃത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിലേക്കൊക്കെ പോയാൽ നല്ല കൃഷ്ണന്റെ വീഡിയോസ് ഒക്കെ കാണും. സ്വാഭാവികമായിട്ട് കൃഷ്ണൻ പ്രേമത്തിന്റെ സിമ്പലാണ്, അനുരാഗത്തിന്റെ സിമ്പലാണ്. നിങ്ങൾ സർഫ് ചെയ്ത് നോക്കിക്കോളൂ. ഇന്റർനെറ്റ് സൈറ്റിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പല സൈറ്റുകളുണ്ട്. അത് ലവിനെ കുറിച്ചുള്ളതാണ്, ചിലപ്പോൾ സെക്സ് റിലേറ്റഡ് ആണ്. അറിയാണ്ട് ലിങ്ക് അങ്ങനെ മാറിപ്പോകും. അപ്പൊ ഒരു സെക്ഷൽ ലസ്റ്റ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ ഇന്റർനെറ്റ് ഒരു കാരണമായേക്കാം. 1. 2, ഒരു കുട്ടി ഇഷ്ടമുള്ള സ്പോർട്സിന് ഇഷ്ടമുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഫുട്ബോൾ ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഫുട്ബോൾ കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഫുട്ബോളിനകത്തായിരിക്കും പെട്ടെന്ന് ഒരു ന്യൂസ് വരെ. എന്താണ്? ഉത്തേജക മരുന്ന് കഴിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ നല്ല സ്പോർട്സ് ഇഷ്ടമുള്ള കുട്ടിയാണ്, ഉത്തേജക മരുന്ന് കഴിച്ചതിന്റെ പേരിൽ ബാൻ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കളിക്കുന്നതിന്റെ ഇടയിൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള പ്ലെയറിനെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധനം വരും. ഇപ്പോഴുള്ള ഇന്റർനെറ്റിന്റെ പ്രത്യേകത, നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ സർഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ആ സെർച്ച് ചെയ്യുന്ന സാധനവുമായി അനുബന്ധപ്പെട്ട സാധനങ്ങൾ പിന്നെയും റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ബാക്കിയാണ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മള് പാചകം പഠിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നത് എങ്ങനെ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാരന്റ് ആണ്, അല്ലെങ്കിൽ ഒരാളാണ് മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ അയാളുടെ ഇന്റർനെറ്റ് തുറന്നാൽ നിങ്ങൾക്ക് പാചകത്തിന്റെ പലതരത്തിലുള്ള ക്ലാസ്സുകളുടെ ഇൻവിറ്റേഷൻ ഉണ്ട്. ആ ഡിവൈസ് എന്താണ് സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആൽഗോരിതം മാറിക്കൊണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മരുന്ന് കഴിപ്പിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട കളിക്കാരനെ കുറിച്ച് പഠിച്ച് മരുന്ന് കഴിപ്പ് പഠിച്ച അനുഭവങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ഡ്രഗ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഡ്രഗ്സ് കഴിച്ചാൽ പിന്നെ കുട്ടിയുടെ എന്ത് മാറും? ശ്രദ്ധ മാറും. ഓക്കെ, ഈ ഡ്രഗ്സ് കഴിച്ചാൽ ഉണ്ടാവുന്ന എഫക്ട് എന്താണ്? അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതിന്റെ ഡീമെറിറ്റ്സ്, അതിന്റെ മെറിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഉണ്ടാവും. ഞാനിത് രക്ഷിതാക്കൾക്ക് വേണ്ടി പറയാം. അവരങ്ങനെ പോകും. അപ്പൊ ഒരു പുതിയ തരം എന്താ പറയാ മരുന്നിനെ കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ചുള്ള അവഗാഹന കിട്ടുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനത്തെ ഒരു പേര്, ഇത് ഞാൻ പണ്ട് പഠിച്ച സാധനം, അതിന് ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന് ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ആണ്, ഒരു പ്രാവശ്യം. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടി അങ്ങനെ ആവുന്നൊന്നുമല്ല, പക്ഷെ അങ്ങനെ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പം മറ്റേ എന്താ പറയാ, നമ്മുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതുപോലെ ഒരു
മലയിൽ നിന്ന് മഞ്ഞുതുള്ളി ഇറങ്ങി കടലിൽ അവസാനിക്കുന്നതാണ് ജീവിതമെന്നും ഒരു ബുദ്ധന്റെ കഥയായിട്ട് പറഞ്ഞു. നമ്മുടെ മജീഷ്യൻ മുതുകാട് ഒരു സ്റ്റേജിൽ അത് പ്രസംഗിച്ച ഞാൻ ഇന്ന് നമ്മുടെ ഈ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഞാനത് കാണാനായിട്ട്. അദ്ദേഹം പറയാണ്, ആ മഞ്ഞുതുള്ളി പൂക്കളോടൊപ്പം കളിച്ചു, മഞ്ഞുതുള്ളിയുടെ എന്താ പറയാ ശരീരത്തിൽ പരിമളം വന്നു, മഞ്ഞുതുള്ളി മണക്കുന്ന മഞ്ഞുതുള്ളിയായി. അത് പൂവിൽ കുറച്ചു നേരം കെട്ടിക്കിടന്നു, പൂവും സൗന്ദര്യം കൂടി, മഞ്ഞുതുള്ളിക്കും സൗന്ദര്യം കൂടി. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നതിനിടയിൽ എവിടെയോ ചളിവെള്ളം കണ്ടു, ത്രസിച്ചു നിൽക്കുന്ന ചളിവെള്ളം. ചളിവെള്ളം കുത്തി മറിയുകയാണ്. കാണുമ്പോ എന്തൊരു ഉത്സാഹം, ഭയങ്കര ഡൈനാമിക്, തിളച്ചു മറിയുന്ന ചളിവെള്ളം, കുത്തി ഒഴുകുന്ന ചളിവെള്ളം. മഞ്ഞുതുള്ളിക്ക് ഒരു ആഗ്രഹം, ഈ ചളിവെള്ളത്തിൽ ഒന്നിറങ്ങി. മഞ്ഞുതുള്ളി ചളിവെള്ളത്തിൽ ഇറങ്ങി, ചളിവെള്ളത്തിൽ മർമാദിച്ച് കളിച്ചു. എപ്പോഴും ഒരിക്കൽ മഞ്ഞുതുള്ളിക്ക് തോന്നി, ഈ ചളി എന്റെ ശരീരത്തിൽ സൗന്ദര്യം എനിക്ക് പോയി തുടങ്ങി. അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് മഞ്ഞുതുള്ളി ചളിവെള്ളത്തിൽ നിന്ന് പുറത്തു കടന്ന് വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഇടയിൽ വെച്ച് മഞ്ഞുതുള്ളിയുടെ ശരീരത്തിലേക്ക് നോക്കി. തന്റെ പഴയ തൂവെള്ള നിറമൊക്കെ മാറിയിട്ടുണ്ട്, എന്നെ കാണാൻ ഇപ്പോ അഴുക്കാണ്. അപ്പോൾ ആ മുന്നിലൊരു ഇലയുടെ തുമ്പത്ത് ചാഞ്ചാടി കളിക്കുന്ന മറ്റൊരു മഞ്ഞുതുള്ളി. ആ മഞ്ഞുതുള്ളിയോട് ഈ മഞ്ഞുതുള്ളി ചോദിച്ചു, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നീ എങ്ങനെ ഈ ഭംഗിയോട് ഇപ്പോഴും നിലനിൽക്കുന്നു? അപ്പൊ മറ്റേ മഞ്ഞുതുള്ളി പറഞ്ഞു, ഞാൻ നിന്റെ പിറകെ നടപ്പുണ്ടായിരുന്നു. ആ ചെളിവെള്ളത്തിന്റെ അടുത്തെത്തിയപ്പോ നീ അതിലേക്ക് ചാടുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടെ ചെന്ന് ചാടാൻ പോയതാണ്. അപ്പോഴാണ് നിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച ചളികളെ ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഓരോ നിമിഷവും നീ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ചെളി ഇങ്ങനെ കൂടി വരികയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി ആ ചളിയിൽ ചാടുന്നില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അത് കഴിഞ്ഞ് മുന്നോട്ടുള്ളത് അതിലും സൗന്ദര്യമുള്ള കാര്യങ്ങളായിരുന്നു. ആ സൗന്ദര്യത്തോടൊപ്പം എനിക്കിപ്പോ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നു. പക്ഷെ അപ്പോഴേക്കും ചളിപറ്റിയ മഞ്ഞുതുള്ളിയുടെ മനസ്സിൽ അപകർഷതാബോധം വളർന്നു കഴിഞ്ഞു. ഇപ്പൊ ചളിപറ്റിയ മഞ്ഞുതുള്ളിക്ക് സൗന്ദര്യത്തെ ആവാഹിക്കാനുള്ള മാനസിക വ്യവസ്ഥ പോലും നഷ്ടമായി. ഒരു കഥയാണ്, ജീവിതത്തിൽ അങ്ങേയറ്റം പ്രായോഗികമായ കഥയാണ്. ഒരു കുട്ടി പലതരത്തിലുള്ള ആസക്തികളിലേക്ക് മാറുന്നത് സത്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു 18 വയസ്സിനുള്ളിലുള്ള സമയം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 20-21 വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ വ്യത്യസ്ത ആസക്തികളിലേക്ക് മാറാതെ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു ഏകാഗ്രതയും ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ബുദ്ധിയും അടിമപ്പെടാത്ത ഒരു മനസ്സും നിലനിർത്താൻ മാത്രം സാധിച്ചാൽ മതി. അടിമപ്പെടാത്ത ഒരു മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനെങ്കിലും ഒന്നിൽ അടിമപ്പെടാത്ത മനസ്സ്, ഉപയോഗിക്കാൻ കഴിയുന്ന ഏകാഗ്രത, ആവശ്യത്തിന് ബുദ്ധി, സംസ്കാര സമ്പന്നമായ സ്വഭാവം, ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം, ഇത്ര മാത്രം സൂക്ഷിച്ചാൽ മതി. അവൻ 1ാം റാങ്ക് കിട്ടണമെന്നില്ല, അവൻ എൻട്രൻസ് പരീക്ഷ പാസ്സായി ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്നില്ല, യൂണിവേഴ്സിറ്റിയിൽ അവൻ 1ാം റാങ്കുകാരൻ ആവണ്ട. ഈ പറഞ്ഞ ക്വാളിറ്റി മാത്രം ഒരു കുട്ടിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ he will lead a very useful life, he will lead a very happy life. അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് വളരെ സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന ഒരു ജീവിതം. പക്ഷെ ആ വഴിയിൽ ഒരുപാട് ചളിക്കുണ്ടുകളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്റെ കുട്ടിയും നശിക്കും, എന്റെ കുട്ടി ചീത്തയാവും എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിക്കും. എന്റെ കുട്ടി ചീത്തയാവും എന്നല്ല, എന്റെ കുട്ടിയും ചീത്തയാവും എന്നുള്ള സാധ്യത നിങ്ങൾ ഇന്ന് തീരുമാനിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിക്കോഷൻ. അത് ആ ആൾക്ക് പറ്റിയതുപോലെ ആ വീട്ടിലെ കുട്ടി മദ്യപാനിയായി അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ആ വീട്ടിലെ അച്ഛനും അമ്മയും ഇന്ന് നരകിക്കുന്നത് പോലെ ഞാനും നരകിച്ചേക്കാം എന്നുള്ള സാധ്യതയെ നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും. ആ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയണെന്തുകൊണ്ടാ വെച്ചാൽ എനിക്കിത് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാനുള്ള വലിയ എന്താ പറയാ അനുഭവ പരിചയമുള്ള ആളാണ്. പലതരത്തിലുള്ള മിടുക്കന്മാരായ കുട്ടികൾ 10ാം ക്ലാസ്സിൽ എന്താ പറയാ വരെ നല്ലോണം പഠിച്ചു. 10ാം ക്ലാസ്സിൽ വരെ നല്ലോണം പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, ഫുൾ A+ വാങ്ങി, 11ലും 12ലും എത്തി. നേരത്തെ വീട്ടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കുകയായിരുന്നു. സ്കൂളിൽ ബസ്സിൽ പോയി, സ്കൂളിൽ ബസ്സിൽ തിരിച്ചു വന്നു. രക്ഷിതാക്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ പഠിച്ച കുട്ടി ഇപ്പൊ കുട്ടിക്ക് മീശ പിടിച്ചു, കുട്ടി കുറച്ചും കൂടെ വലുതായി, അച്ഛനേക്കാളും വലുതായി, കുറച്ച് മസിൽ പവറൊക്കെ വന്നു.
അപ്പൊ അച്ഛനും വിചാരിച്ചു ഇനി ഇവനോട് ഇങ്ങനെ കട്ടക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ 11 12 ആയപ്പോ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. പിന്നീട് രക്ഷിതാക്കളുമായിട്ട് അവന്റെ ഗ്യാപ്പ് വരാൻ തുടങ്ങി. പിന്നെ സുഹൃത്തുക്കളായി അവനെ നിയന്ത്രിക്കുന്ന ആളുകൾ. അങ്ങനെ സുഹൃത്തുക്കളുടെ വലയിൽപ്പെട്ട് 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വളരെ മോശമായ രീതിയിൽ പഠിച്ചു. ഒടുക്കം 12ാം ക്ലാസ് പാസ്സാകാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ പാസ്സായതിനു ശേഷം മെറിറ്റിൽ ഒരു അഡ്മിഷൻ പോലും കിട്ടാൻ കഴിയാതെ പഠനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോഴ കൊടുത്ത് പഠിക്കാൻ പോവുകയോ ചെയ്യുന്ന കുട്ടികൾ പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെല്ലുന്നു. അവിടെ വെച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ സ്വഭാവം പരിവർത്തനം ചെയ്ത് തിരിച്ചു വരുന്നു. ഒരു മെന്റൽ കൗൺസിലിംഗിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശപ്പെട്ട സ്ഥിതിവിശേഷങ്ങളിലേക്ക് പോകുന്ന ചരിത്രം ഒരു വർഷം ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ ഒരു 40 എങ്കിലും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു വർഷം 40 കേസെങ്കിലും ഏറ്റവും ചുരുങ്ങിയതായി അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ പല കുട്ടികളുടെയും അവസ്ഥ കാണുമ്പോൾ ഭയങ്കരമായ മനസ്താപം തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായ എന്താ പറയുക, സംഘടിപ്പ് തോന്നിയിട്ടുണ്ട്. ക്വൈറ്റ് ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടി. ഇവൻ എന്റെ മകനായി പിറന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും മിടുക്കരായിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ നിലത്ത് എന്താ പറയാ മലർന്ന് കിടക്കും പോലെ സകലതും നശിച്ച് തരിപ്പണമായി പോകുന്ന സ്വഭാവത്തിലേക്ക് മാറുന്നത് ഒരു വർഷം ഒരു 40 എണ്ണമെങ്കിലും എന്ന് കാണുന്ന, എല്ലാ വർഷവും കാണുന്ന ഒരു അധ്യാപകർ. പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് എന്താ പറയാ പ്രസക്തി കൊടുക്കുന്നത് കൊണ്ടും കുട്ടികളോട് വ്യക്തിപരമായി കമ്മിറ്റഡായി ഇടപെടുന്നത് കൊണ്ടും ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾ വിളിക്കാറുള്ള ഒരു അധ്യാപകനാണ്. അവരെന്നെ വിളിക്കാറുണ്ട്. എന്താ ചെയ്യാൻ മാഷെ, ഞാൻ ശേഖരൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായ ഇടപെടലുകളിൽ ഇടപെട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ എത്ര ഭയങ്കര സംഭവമാക്കി നിലനിർത്തി, നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തി, നിങ്ങൾ പറയുമ്പോൾ അവനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിപ്പിച്ച് ആക്കിയെടുത്താലും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയത്ത് എങ്ങനെ പെരുമാറും, നിങ്ങളുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് അവൻ എങ്ങനെ പെരുമാറും എന്ന് നിങ്ങൾക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സ്ഥാനം, നിങ്ങൾ ഒരേ സമയം സ്വാതന്ത്ര്യം നൽകുമ്പോൾ തന്നെ കുട്ടി സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ആ ഇടയിലുള്ള ആ പോയിന്റ്, അതിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സമയം ഇപ്പോൾ തീരും. ഈ തീരുന്ന സമയം നിങ്ങൾ ക്വിറ്റാവും. വീണ്ടും നിങ്ങൾക്ക് ലഭിച്ച അതേ ലിങ്ക് ടച്ച് ചെയ്യുക, തിരിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് നമ്മുടെ കുട്ടിയെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഒന്നാമത്തെ കാര്യമായിരുന്നു, സാങ്കേതിക വിദ്യയോടൊപ്പം മാറുന്ന സാഹചര്യങ്ങളിൽ സാങ്കേതിക വിദ്യ ജീവിതത്തിൽ ഏർപ്പാടാക്കാൻ രക്ഷിതാക്കൾ പഠിച്ചേ പറ്റൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2.5-3 വയസ്സുള്ള ഒരു കുട്ടിക്ക് മൊബൈൽ ഫോണും ആപ്പും ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും കാലം ജീവിതം കണ്ട നമുക്കത് പറ്റും. അപ്പൊ നമ്മളത് ശീലിക്കുക. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്റർനെറ്റ് ആക്സസ്, കമ്പ്യൂട്ടർ ആക്സസ്, മൊബൈൽ ഫോൺ ആക്സസ് ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും നേരിട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ തൊട്ടു മുൻപേ പറഞ്ഞ സമ്മർദ്ദവും ഇതും കൂടെ എങ്ങനെ മാച്ച് ചെയ്ത് പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സാറിനെ തൊട്ടു മുമ്പേ പറഞ്ഞ് കുട്ടികളെ വല്ലാണ്ട് സമ്മർദ്ദപ്പെടുത്താൻ പാടില്ല. അതേ സാറ് തന്നെ ഇപ്പൊ പറയുന്നു കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചോദ്യം വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഉത്തരം പറയാം. അതാ ഞാൻ പറഞ്ഞ ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. രക്ഷിതാവ് എന്നുള്ള നിലയിൽ കുട്ടീനെ നമ്മൾ ഏത് രീതിയിൽ നിയന്ത്രിക്കണം, ഏത് രീതിയിൽ നിയന്ത്രണത്തിൽ അയവുവരുത്തണം എന്ന് നമ്മൾ ആലോചിക്കണം. അവനെ മാനസികമായി വിഷമിപ്പിക്കാത്ത നിയന്ത്രണങ്ങളെ ഒഴിവാക്കി കൊടുക്കാവുന്ന മേഖലകളെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ പറഞ്ഞ എന്റെ കുട്ടിയും നശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം മനസ്സിന് ബോധ്യപ്പെടുത്തുക. നാലാമത്തെ ഓപ്ഷനാണ് പ്രിക്കോഷൻസ് എടുക്കുക. അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ. എന്താണ് ആ മുൻകരുതലുകൾ, എങ്ങനെയാണ് ആ മുൻകരുതലുകൾ എന്നുള്ളതാണ് ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്. അത് പറയുന്നതിന് മുമ്പേ ഒരു ജനറൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ കാണുമ്പോഴെല്ലാം കണ്ണു നിറയുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് സ്ഫടികം സിനിമ. സ്ഫടികം സിനിമയിൽ തിലകനും മോഹൻലാലും ചേർന്ന് നടക്കുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? സത്യം പറയട്ടെ, നമ്മളിൽ ഓരോരുത്തരുടെയും അച്ഛന്റെ സ്വഭാവമായിരുന്നു, ശരിയല്ല? നമ്മളിൽ ഓരോരുത്തരുടെയും എനിക്ക് തോന്നുന്നു വിനോദേട്ടനാ കേൾക്കണേ. റെഡ്മി ഫോണാരാ? വിനോദേട്ടൻ, നമ്മളെ രായേട്ടൻ തന്നെയല്ലേ അത്? ആണോ? ആണെങ്കിലും കൈകൊട്ടിക്ക്.
ഓക്കെ, നമുക്ക് ഋത്തിനോട് ചോദിക്കാം. ഋത്തിൻ അൺമ്യൂട്ട് ചെയ്തേ. ഋത്തിൻ, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട്, ഒരു സിമ്പിൾ എക്സാമ്പിൾ പോലെ ചോദിക്കാം. ഋത്തിൻ, നമ്മുടെ NK ബാലകൃഷ്ണൻ മാഷ മോനോട് എന്താ ചോദിക്കാം. നവനീത് എവിടെ? നവനീത് കേൾക്കില്ലേ? പോയോ? ഓക്കെ, സ്ഫടിക സിനിമയിൽ വേണ്ട, ആരോട് ചോദിക്കണ്ട, ഞാൻ തന്നെ പറയാം. സ്ഫടിക സിനിമയില് തിലകൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം, സത്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന അതിലെ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചു. ഒരച്ഛന്റെ പിടിവാശിക്ക് മുന്നിൽ അമർന്നുപോയ. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. അംശുലാല് പൊന്നാർത്ത ബാലകൃഷ്ണൻ മാഷ പോലെ. പൊന്നാർത്ത ബാലകൃഷ്ണൻ മാഷ് പെർഫെക്റ്റ് ആയ മനുഷ്യനൊന്നുമല്ല. പൊന്നാർത്ത ബാലകൃഷ്ണൻ മാഷിന്റേതായ പാളിച്ചകളും പരാതികളും പരിമിതികളും ഒക്കെ. ഇന്ന് അംശുലാല് എന്ന് പറയുന്ന ഞാൻ പൊന്നാർത്ത ബാലകൃഷ്ണൻ മാഷിന്റെ പരിമിതികൾക്കുള്ളിൽ അമർന്നു വരികയും അനുഭവങ്ങളുടെയും മഹത്വത്തിന്റെയും പേരിൽ പരിപോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന വ്യക്തി. അച്ഛൻ എന്ന വ്യക്തിയുടെ നല്ലതിൽ നിന്നും പരിപോഷിക്കപ്പെടുകയും അച്ഛൻ എന്ന വ്യക്തിയുടെ സമ്മർദ്ദത്തിൽ ഞെരുങ്ങപ്പെടുകയും ചെയ്തു. ഇത് രണ്ടും എന്നിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ഒരു സാഹചര്യം വരുമ്പോ പെട്ടെന്ന് പ്രതികരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ഭയപ്പാട് എന്റെ സ്വഭാവം. കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ ഒരാളാണ്. ഭയം എന്റെ മനസ്സിൽ ചെറിയ പ്രായത്തിൽ കടന്നുപിടിക്കും. വളരെ ശ്രദ്ധിച്ച് പണിപ്പെട്ടിട്ടാണ് ആ സാധനത്തെ നമ്മൾ മാറ്റിയത്. പരീക്ഷ വരുമ്പോ എനിക്ക് പേടിയുണ്ട്. ടു ബി ഫ്രാങ്ക്, ഞാൻ വളരെ വ്യക്തമായി പറയാണ്. ഞാനെന്നൊരു വ്യക്തിയെ കുറിച്ച് പറയാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കേണ്ട കാര്യവും അല്ലെങ്കിൽ അച്ഛൻ പരലോകത്തിൽ നിന്ന് കേൾക്കുന്നു, അച്ഛൻ എന്നെ കുറിച്ച് വിഷമിക്കുമെന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. യാഥാർത്ഥ്യം പറയാം, പരീക്ഷ എനിക്ക് ഭയമായിരുന്നു ഒരു കാലം. എന്തുകൊണ്ടാ വെച്ചാ എന്റെ മനസ്സിൽ അന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടാൻ, ഏറ്റവും നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ, ഏറ്റവും നല്ല മാർക്ക് കിട്ടത്തക്ക രീതിയിൽ പരീക്ഷ നടന്നില്ല എങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടും. അതുകൊണ്ട് പരീക്ഷ എനിക്ക് ഭയമായിരുന്നു. പരീക്ഷ എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ എനിക്ക് അച്ഛനോടുള്ള ഭയം കൊണ്ടാണ് പരീക്ഷയോടുള്ള ഭയമാണ്. അച്ഛനോടുള്ള ഭയം പരീക്ഷയോടുള്ള ഭയമായിരുന്നു. ഏതെങ്കിലും അധ്യാപകന്മാര് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തല്ല് കിട്ടുമായിരുന്നു. എനിക്ക് എന്റെ വീട്ടിൽ തല്ല് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള കള്ളങ്ങൾ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു. കാര്യം എന്താ? ആ കള്ളം പറയാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ കള്ളം പറയുന്നത് വഴി ഒരു കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്തിനാ രക്ഷപ്പെടണേ? എങ്ങാനും മാഷറിഞ്ഞാൽ ശേഖരമാഷോട് ചോദിച്ചാൽ ശേഖരമാഷ് വലിയ കള്ളത്തരം പറഞ്ഞു. ഞാൻ നടത്തിയ വലിയ കള്ളത്തരം വലുതായതിനു ശേഷം ശേഖരമാഷോട് ഞാൻ തൊട്ട് പറഞ്ഞു. ഞാൻ കള്ളം പറയായിരുന്നു സ്കൂളിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കള്ളം പറഞ്ഞില്ലെങ്കിൽ എന്നെ മാഷ് പിടിക്കും. എന്നെ മാഷ് പിടിച്ചാൽ അത് എന്റെ അച്ഛന്റെ ചെവിയിലെത്തി എനിക്ക് തല്ലു കിട്ടും. എന്റെ അച്ഛൻ മോശക്കാരനൊന്നുമല്ല. എന്റെ അച്ഛൻ എന്റെ അഭിമാനാണ്. എന്റെ അച്ഛൻ എന്റെ ഏറ്റവും നല്ല അച്ഛനാണ്. എന്റെ അച്ഛൻ എനിക്ക് എന്റെ അഭിമാനമാണ്. എന്റെ അച്ഛൻ എനിക്കെല്ലാം. പക്ഷെ ഞാൻ എന്റെ അച്ഛനും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ബന്ധത്തില് ഒരു ചെറിയ കാര്യം പറയാം. അത് നമ്മളുമായി എങ്ങനെ ബന്ധപ്പെടുന്നു നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾ എങ്ങനെ ബന്ധപ്പെടുന്നു നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെ ബന്ധപ്പെടുത്തി എന്ന് നോക്കാം. സത്യം പറയട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് ഒട്ടും ഒരു ബാലന് സംഭവിക്കാൻ പാടില്ലാത്ത അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് എന്റെ അച്ഛനോട് പറയാൻ പറ്റിയിട്ടില്ല. ഒരു ബാലന് ഒരു ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എനിക്ക് എന്റെ അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എന്റെ അച്ഛനെ ഭയമായിരുന്നു. എന്റെ അച്ഛനോട് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തല്ല, വീണ്ടും പറയാണ്, അത് അന്നത്തെ എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. ഈ കൂട്ടത്തിൽ ശേഖരൻ മാഷക്ക് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണുന്നതല്ല. ശേഖരൻ മാഷ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ടെററാണ്. വാട്ടി എടുത്തുകൊണ്ട് പൊട്ടി. അത് അന്നത്തെ രീതി, അന്നത്തെ രീതി അങ്ങനെയായിരുന്നു ശരി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ശേഖരൻ മാഷ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാറിന്റെ വടി പോലെ തന്നെ സാറിന്റെ സ്നേഹത്തിനും വലിപ്പം കൂടുതലുണ്ടായിരുന്നു. സാറ് അത് അക്കാര്യത്തിൽ ഞാൻ എപ്പോഴും സാറിനോട് തന്നെ നേരിട്ട് പറഞ്ഞു. സാറിന്റെ വടി കാണുമ്പോൾ ഞങ്ങൾക്ക് പേടി തോന്നുമെങ്കിലും സാർ ഒന്ന് ചിരിക്കുമ്പോ, സാർ ഒന്ന് ഞങ്ങളെ കൈ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന സ്നേഹത്തിൽ വളരെ വലുതാണ്. അത് സത്യമാണ്. സാർ ആ കാര്യത്തെ വളരെ കൃത്യമായി ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് സാർ അത് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്.
പക്ഷെ ഞാൻ എൻ കെ ബാലകൃഷ്ണൻ മാഷ് എൻ കെ ബാലകൃഷ്ണൻ മാഷുമായിട്ട് പിന്നെ നമുക്ക് എന്തിന്റെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ. അദ്ദേഹം ഒരു എന്താ പറയാ പ്രധാന അധ്യാപകൻ എന്നുള്ള രീതിയിൽ കമ്പാരിറ്റീവ്ലി ക്ലാസ്സുകൾ എടുക്കുന്ന വളരെ എന്താ പറയാ കുറഞ്ഞ സാഹചര്യങ്ങളിൽ അദ്ദേഹം. പിന്നെ മജീദ് മാഷ്, ഒ പി ബാലകൃഷ്ണൻ മാഷ്, പിന്നെ മറ്റു ടീച്ചർമാർ, ഇവരൊക്കെ ജയന്തി ടീച്ചർ, ശ്രീലത ടീച്ചർ, ഉഷ ടീച്ചർ, ജാനു ടീച്ചർ, ഇവരൊക്കെ എന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എല്ലാ അധ്യാപകന്മാരോടും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ആത്മവിശ്വാസം വളർത്തിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കീഴൽ ദേവി വിലാസം സ്കൂളാണ്. ശേഖരൻ മാഷ് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് എന്റെ മുന്നിലേക്ക് വരുമ്പോ ഞാൻ എന്റെ സമയം പോലും നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, മാഷ് എന്ത് പരിപാടി വേറെ ഉണ്ടെങ്കിലും ഞാനത് മാറ്റി. മാഷിന്റെ പരിപാടി നിശ്ചയിക്കും, ഞാൻ ആ സമയത്ത് അവിടെ. അത് എപ്പ പറഞ്ഞു ഞാൻ മജീദ് മാഷൊക്കെ കാണുമ്പോൾ മാനസികമായി അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചിട്ടേ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാറ്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ആത്മവിശ്വാസം എന്താണെന്ന് വ്യക്തമായി എന്റെ മനസ്സിൽ ഇൻജക്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ് ദേവി വിലാസം സ്കൂൾ. അതിന്റെ അനുഗ്രഹം ദേവി വിലാസം സ്കൂളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. നിങ്ങളുടെയൊക്കെ കുട്ടികൾ അതിൽ ബ്ലെസ്ഡ് ആണ്. ആ കാര്യത്തിൽ വളരെയധികം അത് എന്താ പറയാ, അതിൽ പ്രയോജനകരമായിരിക്കുന്നുള്ളതിൽ എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയും. ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്റെ അച്ഛൻ മോശക്കാരനാവുകയും ഞാൻ മോശക്കാരനാവുകയും ചെയ്യുന്നില്ല. ഞാൻ അവസാനം പറഞ്ഞു വന്നത് വളരെ ഗൗരവമുള്ള വിഷയം. എന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചത് എനിക്ക് എന്റെ അച്ഛനോട് ഷെയർ ചെയ്യാൻ സാധിച്ചു. അതിന്റെ പേരിൽ ഒരു മാസങ്ങളോളം എന്റെ മനസ്സ് വിങ്ങിയിട്ടുണ്ട്, എന്റെ മനസ്സ് നീറിയിട്ടുണ്ട്. ഒരു കുട്ടി എന്നെ അകാരണമായി തല്ലി സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയം ആ കുട്ടിക്ക് എന്തോ ശരിക്കും എന്റെ ഭാഗത്തായിരുന്നു പൂർണ്ണമായ ന്യായം. നല്ല തല്ലുകൂടി എന്ന് വെച്ചാൽ തല്ലു. പിന്നെ ഞാൻ അന്ന് അത്യാവശ്യം നല്ല ഫിസിക്കലി ഗുഡായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടവും ചാട്ടവും ഹൈ ജമ്പൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഫിസിക്കലി ഗുഡായിരുന്നു. ഞങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന ആള്. അപ്പൊ രണ്ടാളും കൂടി അടിയായപ്പോ ഞാൻ ഷെയ്ഡി കഴിച്ചു. അടി തുടങ്ങിയ പിന്നെ കുട്ടികൾ തല്ലുമ്പോ പിന്നെ കടന്നു കഴിയുന്നില്ല. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് മൂന്നാമതൊരാള് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ നമ്മുടെ ആ റോഡ് വന്ന്, ഏത് ചമ്പരത്തൂരേക്ക് പോകുന്ന റോഡ് വന്ന് കീഴല്ല റോഡുമലേക്ക് എത്തുന്ന ഒരു ചെറിയ ഉടുക്ക് വഴിയുണ്ട്. ആ വഴിയിൽ വെച്ചായിരുന്നു തല്ല്. കുട്ടിയുടെ പേര് എന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാനിപ്പോ പറയാം. ഞാൻ രണ്ടാളും കൂടെ തല്ലുകൂടെ. അവിടെ വെച്ച് ആരും അങ്ങനെ അധികം ആൾക്കാർ വരാത്ത സ്ഥലം. ഞങ്ങൾ രണ്ടാളും കൂടി പൊരിഞ്ഞ തല്ലാണ്. പൊരിഞ്ഞ തല്ല്. മൂന്നാമത് വന്ന ആള് കാണുന്നത് തല്ലുന്ന എന്നെയാണ്. ഈ തല്ലിന്റെ പിറകിലുണ്ടായ സംഭവങ്ങൾ തീർക്കാൻ അത് അയാൾ അതേപോലെ വീട്ടിൽ വന്നു. അവിടെ വെച്ചാൽ തല്ലിൽ അവസാനിപ്പിച്ചു. വീട്ടിൽ ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. എനിക്കതൊന്നും അറിയാൻ പറ്റില്ല. എനിക്ക് എന്റെ ന്യായം ഉണ്ടായി. എന്റെ ന്യായം കേൾക്കാൻ ആളുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയുമ്പോൾ, ഞാൻ വീണ്ടും പറയാണ്, ഇത് എന്റെ മാത്രം കാര്യമല്ല, നമ്മുടെ തലമുറയിൽ ജീവിച്ച സകല ആൾക്കാരുടെ അനുഭവമാണ്. ഇത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓരോന്ന് എഴുതുന്നതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. ഇത് എന്റെ കുടുംബത്തിലെയോ എന്റെ അച്ഛന്റെയോ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ജനറേഷന്റെ സ്വഭാവമായിട്ടാണ് ഞാൻ പറയുന്നത്. അന്ന് എന്റെ ശബ്ദം കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഫലത്തിൽ എന്താ സംഭവിക്കുക? നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കും, എന്റെ ഒരു പ്രശ്നം വന്നാൽ അതെനിക്ക് ആരോടും പറയാൻ പറ്റില്ല, എനിക്ക് എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടില്ല. അപ്പൊ പിന്നെ നീതി കിട്ടുന്നത് വേറെ എവിടെയാണോ അവിടേക്ക് പോകും. ഇപ്പൊ 16-17 വയസ്സുള്ള പെൺകുട്ടികൾ 16 കൊല്ലം പോറ്റി വളർത്തിയിട്ടും ആ കുട്ടി എത്ര തെണ്ടിത്തരമാണ് കാണിച്ചത്. ഈ അമ്മേനെ അച്ഛനെ ഉപേക്ഷിച്ച് ഈ പയ്യന്റെ കൂടെ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പരിതപിക്കില്ലേ? നിങ്ങൾ ആ കുട്ടീന്റെ ഭാഗം നിന്ന് ചിന്തിച്ചോ. 16 കൊല്ലം ഒരച്ഛനും അമ്മയും പോറ്റി വളർത്തിയിട്ടും വെറും 2 മാസം കൊണ്ട് കണ്ട ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഈ 16 കൊല്ലം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് അവൻ കൊടുത്തോണ്ടല്ലേ, അല്ലെങ്കിൽ അവൻ കൊടുക്കുന്നതായി അഭിനയിച്ചതുകൊണ്ടല്ലേ. ആ അഭിനയത്തിൽ അവൻ വീണു എന്നുള്ളതാണ് ശരി. അതൊരു പക്ഷെ അഭിനയമായിരിക്കാം, അത് ട്രാപ്പായിരിക്കാം. പക്ഷെ അവിടെ പരാജയം രക്ഷിതാവിൻ്റെതല്ല. അതാ ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു എന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികള്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഇവൻ ഇങ്ങനെ ഒരാൾ കടന്നു കയറി വരുന്നു എന്നും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്റെ ചിന്താഗതി എന്നും, ഈ ദിവസങ്ങൾക്കിടയിൽ, ഈ ഒളിച്ചോടുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും രക്ഷിതാവിനോട് ഈ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ പറയും, ബുദ്ധിയില്ലാതെ 16 വയസ്സിൽ ജീവിക്കുന്ന കുട്ടിയാണോ കുറ്റക്കാരി, അതോ ബുദ്ധി കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും ജീവിച്ചു തീർന്ന രക്ഷിതാവാണോ കുറ്റക്കാരൻ? രക്ഷിതാവാണ് കുറ്റക്കാരൻ.
കുട്ടികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാലോ, എന്ത് കാര്യങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ചുറ്റുപാടുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കഴിയൂല, അത് വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്, ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് റെക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് യുക്തിപൂർവ്വം ചിന്തിക്കാൻ സാധിക്കുന്ന എന്താ പറയാ കുറച്ചും കൂടെ സ്വാഭാവികമായ ക്രിയാത്മക ചിന്താഗതിയുള്ള ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ അതാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് വിഷയം. ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ കുറ്റപ്പെടുത്തി അതിൽ നിന്ന് ഒഴിച്ചു പോകാൻ ആർക്കും പറ്റും. പ്രശ്നത്തെ ക്രിയാത്മകമായി നേരിട്ട് അതിന് പരിഹാരം കണ്ടെത്തുകയും ജീവിതത്തിൽ അതിനെ പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭയങ്കര വാശിയാണ്, പറഞ്ഞത് കേൾക്കുന്നില്ല, എപ്പോഴും തല്ലും പിടിയാണ്. എപ്പോഴും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും, നമ്മൾ ഒരാളോട് പെരുമാറുന്നത് നിർബന്ധ ബുദ്ധിയോ വാശിയോ ഇഷ്ടക്കേടോ ഉണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ, ആ ബന്ധത്തിലെ അതൃപ്തി. ബന്ധത്തിലെ അതൃപ്തി. നിങ്ങളുടെ കുട്ടി നിങ്ങളോട് ദേഷ്യപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല എങ്കിൽ, കുട്ടിയല്ല കുറ്റക്കാരൻ, നിങ്ങളാണ് കുറ്റക്കാരൻ. ഉറപ്പിച്ചോളൂ, നിങ്ങളാണ് കുറ്റക്കാരൻ. കാര്യം നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രസക്തിയെ, ശക്തിയെ ഊട്ടി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ബുദ്ധി വയ്ക്കാത്ത, ലോകം കാണാത്ത കുട്ടിയിൽ നിന്ന് മെച്യൂരിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ ജീവിതം കണ്ട, ജീവിതാനുഭവങ്ങളുള്ള നിങ്ങൾക്കേ മാറാൻ കഴിയൂ, കുട്ടിക്ക് മാറാൻ കഴിയില്ല. കാരണം കുട്ടി പഠിച്ചു വരുന്നേ ഉള്ളൂ, കുട്ടി ജീവിതം പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾ ജീവിതം പഠിച്ചു കഴിഞ്ഞ ആളുകളാണ്. ജീവിതം പഠിച്ചു കഴിഞ്ഞ ആളാണോ സ്വയം പരിവർത്തനം ചെയ്യേണ്ടത്, അതോ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ സ്വയം പരിവർത്തനം ചെയ്യേണ്ടത്? ആലോചിച്ചിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടി നിങ്ങളെ അനുസരിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ കുട്ടി വികൃതി കാണിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുട്ടിക്ക് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, ഇന്ന് ഉറപ്പിച്ചോളൂ, ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. കാര്യം വലിയ എഴുത്തുകാരായാലും ശരി, വലിയ ചിന്തകരായാലും ശരി, അവരൊരു കാര്യം പറയുന്നു. എന്താണ്? ഓരോ കുട്ടിയും ജനിക്കുന്നത് ഓരോ വെള്ളക്കടലാസ് പോലെ. ഓരോ കുട്ടിയും ജനിക്കുന്നത് ഓരോ വെള്ളക്കടലാസ് പോലെ. ഈ വെള്ളക്കടലാസിൽ ആരാണ് എഴുതുന്നത്? നമ്മളാണ് എഴുതുന്നത്, നമ്മൾ രക്ഷിതാക്കളാണ് എഴുതുന്നത്, സുഹൃത്തുക്കളാണ് എഴുതുന്നത്. ഈ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നത് ആരാണ്? രക്ഷിതാവാണ് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നത്. കുടുംബക്കാരാണ് എഴുതുന്നത്, റിലേറ്റീവ്സ് ആണ് എഴുതുന്നത്. ആരാണ് പരിചയപ്പെടുത്തുന്നത്? രക്ഷിതാക്കളാണ് എഴുതുന്നത്, പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ചീത്ത എഴുതാൻ ആര് പരിചയപ്പെടുത്തി? നമ്മൾ പരിചയപ്പെടുത്തി നമ്മളെ കുട്ടിയെ. നമ്മുടെ കുട്ടി എന്ന ജീവിതത്തിന്റെ വെള്ളക്കടലാസിൽ ചീത്ത എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ചീത്ത എഴുതിയ ആളെ കുട്ടിക്ക് പരിചയപ്പെടുത്തിയത് നമ്മളാണ്. അല്ലെങ്കിൽ കുട്ടി ആ പരിചയപ്പെടുന്നതിനിടയിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പരാജയമാണ്. ആദ്യം അത് ഉറപ്പിക്കുക. എന്റെ കുട്ടിക്ക് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു? എന്റെ കുട്ടി കൃത്യമായി നിങ്ങൾക്ക് ഒരു 14-15 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന എന്ത് കാര്യത്തിൽ ഒരേ ഒരു ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. അതിനുശേഷം ഓക്കെ, ഇറ്റ്സ് ഫേറ്റ്, അത് അവന്റെ ഫേറ്റ് ആണ്. ഒരു 20 വയസ്സിന് ശേഷം ഒരുത്തൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് രക്ഷിതാവിന് ഒന്നും ചെയ്യാൻ കഴിയും. ഞാനൊരു 14, ഒരു അഡോളസൻസ് പീരീഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 14 വയസ്സ് വരെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്ന എന്ത് സ്വഭാവത്തിന്റെയും ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഇപ്പൊ എന്നോടൊപ്പം കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് മാറി നിൽക്കാൻ പറയാം. ഞാൻ രക്ഷിതാക്കളോടാണ് സംസാരിക്കുന്നത്. കുട്ടികൾ കേൾക്കേണ്ട കാര്യം, കുട്ടികളോട് മാറാൻ. ഇയർഫോൺ ഉണ്ടെങ്കിൽ ഇയർഫോൺ വെച്ച് കുട്ടികൾ പോട്ടെ. നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി. നമുക്ക് നമ്മളെ സ്വയം പരിവർത്തനം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ കുട്ടികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തോ ഒന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് കുട്ടികൾ മോശമായി നമ്മളോട് പെരുമാറുന്നത്. എന്താണ് കുട്ടികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ എല്ലാ കുട്ടികളും ഒരു രക്ഷിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്നേഹം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്നേഹം. അപ്പൊ നിങ്ങൾ എന്ത് വർത്താനാണ് പറയണേ? നിങ്ങൾ എന്താ എന്നോട് ചോദിക്കുക, ഞാനിക്കെന്താ എന്റെ കുട്ടീനോട് സ്നേഹമില്ല എന്നാ പറയണേ? കഴിഞ്ഞ ഒരാഴ്ച സമയത്തിനുള്ളിൽ ഞാൻ എന്റെ കുട്ടിയെ ഉമ്മ വച്ചിരുന്നു എന്ന് ഓർക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. കഴിഞ്ഞ ഒരാഴ്ച സമയത്തിനുള്ളിൽ ഞാൻ എന്റെ കുട്ടിയെ ഉമ്മ വച്ചിരുന്നു. 1, 2.
3 പൊങ്ങാത്ത കൈകൾ ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു രാത്രി ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പമോ അതോ ഭർത്താവിനോടൊപ്പം ആയിരുന്നില്ല കിടന്നിരുന്നത്, ഞാൻ എൻ്റെ മക്കളോടൊപ്പമായിരുന്നു കിടന്നിരുന്നത്. ഒന്ന് കൈപൊക്കിക്കേ. 1 2 3 മൂന്നാളേയുള്ളൂ. ഓക്കെ, ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അവനെ എടുത്ത് നടന്നിട്ടുണ്ട് കുറച്ചു നേരം. ഒന്ന് കൈപൊക്കിക്കേ. കുറച്ചു നേരം ഞാൻ അവനെ എടുത്ത് നടന്നിട്ടുണ്ട്. അയ്യോ, ചേച്ചിയുടെ ദേവനേന്റെ ചിരിക, ദേവനേന്റെ അമ്മയുടെ ചിരി കാണുമ്പോ ദേവനക്ക് നല്ല തൂക്കം ഇടുന്നു തോന്നുന്നു അല്ലേ? വലിയ കുട്ടിയെ എടുക്കാൻ പറ്റൂല. ഓക്കെ 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 ഓക്കെ, വലിയ കുട്ടിയെ എടുക്കാൻ പറ്റൂല. കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കും, ഊര ഉളുക്കാണ്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ കിടക്കേണ്ടിരിക്കുമ്പോൾ ഒന്ന് മടിയിലിരിക്കും. സ്നേഹം മനസ്സിലുണ്ടാക്കാന്നുള്ളതല്ല, സ്നേഹം ഇങ്ങനെ കൊണ്ട് നമ്മളെ വടകരക്കാരെ പ്രത്യേകിച്ച് പ്രശ്നമാണ്. ഞാൻ അങ്ങനെ പറയല്ലോ, ഞാൻ ഒരുപാട് നാട്ടിലൊക്കെ പഠിക്കാനും ഒക്കെ പോയാളാണ്. നമ്മളെ നാട്ടുകാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ ഒളോറ വാങ്ങ പോലെയാണ്. നമ്മളെ നാട്ടിൽ ഈ ഒളോറ് വാങ്ങുന്നുണ്ട് അല്ലെ? ഒളോറ് വാങ്ങ പോലെയാണ്. എന്താ ഒളോറ് വാങ്ങേണ്ട തോലിന് ഭയങ്കര കട്ടിയാണ്. ശരിയല്ല പക്ഷെ നമ്മുടെ നാട്ടിന്റെ കാര്യമില്ല. ഒളോറ് വാങ്ങേണ്ട തോലിന് ഭയങ്കര കട്ടിയാണ്, പക്ഷെ അതൊന്ന് ചെത്തിയാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര സ്വീറ്റാണ്. വടകര ഒളോറ വാങ്ങ പോലെയാണ് വടകര ആളുകളുടെ സ്വഭാവം. എന്താ ഒരു നല്ലത് പറയൂല, എന്തെങ്കിലും ഒരു നല്ലത് കണ്ടാൽ അഭിനന്ദിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അഭിപ്രായം ചോദിച്ചാൽ ആദ്യം പറയാ അതിനെ കുറിച്ചൊരു നെഗറ്റീവാണ്. നേരെ മറിച്ചാൽ നെഗറ്റീവ്. അപ്പൊ നമ്മൾ പറയാ എന്താ അറിയും, അതിനൊരു കാരണം പറയും. എന്താ പറയാ, ഓ ഞാനവനോട് നല്ല പറഞ്ഞുകൊണ്ട് എന്താ, ചീത്ത പറഞ്ഞാലല്ലേ നല്ലത്, ചീത്തത് പറഞ്ഞാൽ അവനെ റെക്ടിഫൈ ചെയ്യാനോ? അത് മോഡേൺ ന്യായമാണ്. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് ഒരുമാതിരി തെണ്ടിത്തരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്ത് നമ്മൾ കാണുമ്പോഴും ഒരു നെഗറ്റീവ്സ് നമുക്ക് പറയണമെന്ന് വല്ലാണ്ട് തോന്നുകയാണെങ്കിൽ ആദ്യം ഒരു 2 പോസിറ്റീവ്, എന്നിട്ട് നിങ്ങൾ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ ആ പറയുന്ന നെഗറ്റീവിനെ നെഗറ്റീവായിട്ടല്ല എടുക്കുക, ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കുക. നിങ്ങൾ ആദ്യം കാണുമ്പോൾ പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അവൻ നിങ്ങൾ കൗണ്ട് ചെയ്ത് കളയും, നിങ്ങൾ മെഷർ ചെയ്ത് കളയും. പിന്നെ നിങ്ങൾ പറയുന്ന ഒന്നിനും അവന്റെ ചെവി നിങ്ങൾക്ക് തുറന്നു തരുന്നു. നമ്മൾ വടകരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ വടകരയിലും പഠിപ്പിച്ചിട്ടുണ്ട്, തൃശ്ശൂരിലും കോഴിക്കോട്ടും കാസർകോട്ടും കോട്ടയത്തും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും കുട്ടികളെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വടകരയിലുള്ള പാരന്റ്സ് എസ്പെഷ്യലി ഞാൻ പറയും, ഞാൻ ഉൾപ്പെടെയുള്ള എന്താ പറയുക കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അവർ കുട്ടികളോട് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നില്ല. നിർബന്ധമായി ചെയ്യും. വല്ലപ്പോഴും കുട്ടിയെ ചുംബിക്കണം, ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കണം, കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചുംബിക്കണം. ചില ദിവസങ്ങളിൽ കുട്ടിയോടൊപ്പം കിടക്കണം, ഉറങ്ങണം. ഇനി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാറി കിടക്കുകയൊക്കെ ചെയ്യാം. ചില ദിവസങ്ങൾ അവനോടൊപ്പം കിടന്നുറങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആദിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആ ആദിയെ കുറിച്ച് ചിന്തിക്കുക കിടന്നുറങ്ങുന്ന ആ സമയത്താണ്. കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ കെട്ടിപ്പിടിച്ച് കിടക്കണമെങ്കിൽ അവനിങ്ങനെ ആലോചിക്കും, പ്രശ്നമൊന്നും ഉണ്ടല്ലോ, അച്ഛൻ വിചാരിച്ച കാര്യം നടക്കും, ഇപ്പൊ കെട്ടിപ്പിടിക്കുന്നുണ്ട്, നല്ല സ്മൂഡിലാണ്, ഇപ്പൊ പറഞ്ഞ സംഭവിക്കും, ഓക്കെ എന്നാ പറയാം എന്ന് പറയുമ്പോഴോടെ പ്രശ്നം. നിങ്ങളെ കുട്ടീനെ സംബന്ധിക്കുന്ന എന്ത് വിഷയവും നിങ്ങൾക്കറിയാൻ തീരുന്നതേ ഉള്ളൂ പ്രശ്നം. പക്ഷെ അത് നിങ്ങൾ അറിയാത്തതിന്റെ പേരിൽ അപക്വമായി അവന്റെ മനസ്സെടുക്കുന്ന എന്ത് തീരുമാനവും അവനെ കൂടുതൽ കൂടുതൽ കുഴികളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെയും അതിലിങ്ങനെ ചക്രശ്വാസം അവനിങ്ങനെ വലിക്കപ്പെടുകയും അവന്റെ ആത്മവിശ്വാസം തകരും. ചീത്ത അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ഭയപ്പാട് വരും. സമൂഹത്തെ അവൻ നോക്കിക്കാണുന്നതിൽ അവൻ പേടി വരാൻ തുടങ്ങും. അവനല്ലാത്ത ആരോവായി മാറിപ്പോകും. അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പതള് പോലത്തെ നമ്മുടെ കുട്ടികൾ, വെള്ളക്കടലാസം പോലത്തെ, തൂവെള്ള പോലത്തെ, മഞ്ഞുതുള്ളി പോലത്തെ നമ്മുടെ മക്കൾ, നമ്മുടെ ശ്രദ്ധ കിട്ടാത്തതിന്റെ പേരിൽ മനസ്സ് വിഷമിക്കുക, അവൻ ഉറങ്ങും, അവന് ചിന്തകൾ അലട്ടുക, അവൻ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ആസക്തികളിൽ പോയി പിടിയിലമരുക. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്തും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ല സൗഹൃദം കുട്ടിയും തമ്മിൽ ഉണ്ടാക്കുക. അതിന് ആദ്യത്തെ വഴി സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഞാനൊരു വലിയ അപേക്ഷ മുന്നിൽ വയ്ക്കും. ഇന്ന് കേട്ട ഉടനെ, ഈ സെഷൻ കഴിഞ്ഞ ഉടനെ, അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പോകാൻ പറഞ്ഞ്, കഴിഞ്ഞ ഒരു മാസമായിട്ട് ആരെങ്കിലും എന്റെ മോന് ഞാനൊരു ഉമ്മ കൊടുത്തില്ല എന്ന് തോന്നുന്നെങ്കിൽ
ഒരു 4-5 ഉമ്മ ഇന്ന് കൊടുത്തേക്കണം. കെട്ടിപ്പിടിച്ചൊരു 5 ഉമ്മ കൊടുത്തേക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. അത് പ്രകടിപ്പിച്ചാലേ മനസ്സിലാവൂ. ഇതാ പരാതി പറയുന്ന ഭാര്യമാര് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഭർത്താവിനെ കുറിച്ചാണ് അവരുടെ പരാതി. എന്താ പരാതി? ഒന്നും പ്രകടിപ്പിക്കില്ല. ഞാൻ ഒരൊറ്റ സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെ മക്കളോട് എങ്ങനെയാ? അവിടെയാണ് പ്രശ്നം. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി, കാര്യങ്ങൾ സംഭവിച്ചോളൂ. പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ഒരു കാര്യമില്ല. നിധിയിൽ വെച്ച് കൂട്ടിയിട്ട പണം കൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഉപയോഗത്തിനെത്താത്ത പണം കൊണ്ട് എന്ത് കാര്യം? പ്രകടിപ്പിക്കാത്ത സ്നേഹം വേസ്റ്റ് ആണ്. നിങ്ങളുടെ മനസ്സിൽ എത്ര കുന്നു മുമ്പാറേണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇറ്റ് ഈസ് വേസ്റ്റ്. അപ്പൊ ആദ്യത്തെ കാര്യം അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയിലേക്ക് എത്താനുള്ള ഫസ്റ്റ് മെത്തേഡ് അതാണ്, സ്നേഹം പ്രകടിപ്പിക്കുക. എനിക്ക് തോന്നുന്നു നവനീതെ ഇത് ഫസ്റ്റ് സൂം മീറ്റിംഗ് ആയതുകൊണ്ട് അവര് നമുക്ക് 2 മണിക്കൂറൊക്കെ തരും. പക്ഷെ അടുത്ത മീറ്റിംഗോട്ട് 40-50 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സൗകര്യം. ഈ മീറ്റിംഗിന്റെ സൗകര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് തരും. അടുത്ത ദിവസം 40 മിനിറ്റ് കട്ടാം. അപ്പോ സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പോസിറ്റീവ് സ്ട്രോക്സുകൾ, പോസിറ്റീവ്നെസ്. ഞാൻ ആർക്കെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് തന്നെ വേണം. ഓക്കെ, സയന്റിഫിക് ആയിട്ടുള്ള റിലേഷൻസ് ആണ്, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് വെക്കുക. പോസിറ്റീവ് സ്ട്രോക്സ്. പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായി അഭിനന്ദിക്കുക. എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം അഭിനന്ദിക്കാൻ കിട്ടിയാൽ അവരോട് അഭിനന്ദിക്കും. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ അടുത്തൊരു കാര്യം പറയാം. ഒരു കുട്ടി എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട് ഒക്കെ ചോദിച്ചു. ഫിസിക്സിലെ കുറച്ച് ഡൗട്ട്സ് ഒക്കെയാണ് ചോദിച്ചത്. 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പൊ ആ കുട്ടി സംശയം ചോദിക്കുന്നതിലെ ഇംഗ്ലീഷ് റൈറ്റിംഗ് എനിക്ക് നല്ല ഇഷ്ടമായി. ആ കുട്ടിയുടെ ഭാഷാ പ്രയോഗം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ വെറുതെ അടുത്ത ദിവസം ഒരു കമന്റ് ഇട്ടു, നിനക്ക് നല്ല ഭാഷാ പ്രയോഗം ഉണ്ട് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ കമന്റ്. യു ഹാവ് ഗോട്ട് ഗുഡ് ടാലന്റ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ വെറുതെ ഒരു കമന്റ് ഇട്ടു. എനിക്ക് തോന്നിയത് ഞാൻ അപ്പൊ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കില്ല, ഇപ്പൊ ആ കുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ? കുട്ടി ഓരോ ദിവസവും ഓരോ പുതിയ ഫ്രേസുകളൊക്കെ കൊണ്ടുവരികയാണ് സംശയം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത ദിവസം കുട്ടീനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൾ ചോദിക്കുന്ന ചില സംശയങ്ങൾ എനിക്കിപ്പോ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, എന്താണ് ഈ ഫ്രേസിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ അവൾ എനിക്ക് ആ ഫ്രേസ് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ അങ്ങനെയൊക്കെ ആക്കി ഞാൻ സാറിനോട് ഒരു കാര്യം പറയേണ്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞാൽ പറയും, അല്ല സാറേ, സാർ അന്ന് എന്റെ ഇംഗ്ലീഷ് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചുമ്മാ ഇപ്പോ യൂട്യൂബിലൊക്കെ നോക്കി ഹൗ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. എന്തായാലും എന്റെ നല്ല ലാംഗ്വേജ് ആണെന്ന് സാറ് പറഞ്ഞത്, എനിക്കത് ഇംപ്രൂവ് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ എനിക്ക് ഒരുപാട് ഫ്രേസുകളൊക്കെ ഉള്ള ഒരു സൈറ്റിൽ ഞാൻ എത്തി. അപ്പൊ ഞാൻ ആ സൈറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇപ്പൊ എന്റെ മൊബൈൽ അതുണ്ട്. അപ്പൊ ഞാനിപ്പോ ഓരോ ദിവസവും ഓരോ സമയവും ഈ ഫ്രേസുകൾ യൂസ് ചെയ്യാണ്. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ റിലേറ്റീവായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാറിനോട് ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച 2-3 ഫ്രേസസ് ആ റിലേറ്റീവിനോട് പറഞ്ഞു. അയാള് ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അയാൾ എന്റെ അമ്മേനോട് പറഞ്ഞേക്കാത്ര, കുട്ടി ഭയങ്കരമാണല്ലോ ഇംഗ്ലീഷ്. ആ കുട്ടിയെ മുന്നോട്ട് വെച്ച 2 ഫ്രേസുകൾ ഞങ്ങൾ ടീച്ചേഴ്സ് +2 പഠിപ്പിക്കുന്ന സാധനമാണ്. ഇതെങ്ങനെ +2 പഠിപ്പിക്കുന്ന സാധനമാണ്. ഈ കുട്ടി ഇപ്പൊ +1 ആയല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇത് നേരത്തെ അറിയാം. +1 +2 എത്തിയല്ലേ ഉള്ളൂ. ആ കുട്ടിക്ക് നേരത്തെ അറിയാമെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പോസിറ്റീവ് ആസ്പെക്ട് കുട്ടിയിൽ വളർന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ആ കുട്ടീനെ റീഡ് ചെയ്യുന്നത് ഈ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ. നല്ല വാക്ക്, ചെറിയൊരു നല്ല വാക്ക് മതി, ഒരു നല്ല വാക്ക്, ഒരു അപ്രീഷിയേഷൻ, അവന്റെ ലോകം തന്നെ മാറ്റിമറിക്കും. ഒരു കുട്ടിയുടെ ജീവിതമേ മാറ്റിമറിക്കും. അതുകൊണ്ട് നോക്കുക, ഡെഫിനറ്റ്ലി കണ്ണു തുറന്നു നോക്കുക. എന്തിനല്ല? കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ല. എവിടെയെങ്കിലും ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചത് എന്നിരിക്കട്ടെ, ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചത് എന്നിരിക്കട്ടെ, കണ്ണു തുറന്ന് സൂക്ഷിച്ചു നോക്കുക. കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് നല്ലത് പറയാനുണ്ടോ? ആ നല്ലത് പറഞ്ഞാൽ ആ തെറ്റ് അവർ രണ്ടാമത് ആവർത്തിക്കില്ല.
ജസ്റ്റ് ട്രൈ ഇറ്റ്. ഞാനൊരു സിമ്പിൾ പോസിറ്റീവ് സ്റ്റോക്സിന്റെ എക്സാമ്പിളായിട്ടാണ് പലപ്പോഴും നമ്മൾ കുട്ടികളിൽ നിന്ന് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നമ്മൾ ഫിക്സ് ചെയ്യാണ് കാര്യങ്ങൾ. നിങ്ങൾ ഫിക്സ് ചെയ്യാണ് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം. നിങ്ങൾക്ക് കുട്ടീനെ ദൈവം തന്നിട്ടുള്ളത് ആ കുട്ടിയുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വളർത്താനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടീനെ വളർത്താനായിരുന്നു നിങ്ങളെ ദൈവം ഏൽപ്പിച്ചതെങ്കിൽ APJ അബ്ദുൽ കലാം വള്ളം കടത്തു തൊഴിലാളിയാവുള്ളൂ, അയാൾക്ക് പ്രസിഡന്റ് ആകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ആകണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശമില്ല. അത് ആദ്യം എല്ലാവരും ഉറപ്പിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ കുട്ടിയും ഓരോ ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്. അവനൊരു വ്യക്തിയാണ്. അതൊരു പ്രത്യേകതയുള്ള ഒരു ജീനിയസ് ആണ്. യു ആർ നോട്ട് ദ ഓണർ ഓഫ് ഇറ്റ്. നമ്മൾ ഭൂമിയെ കുറിച്ചൊക്കെ പറയാൻ പോലെയാണ്. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോയാൽ ഭൂമിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഭൂമിക്ക് കിട്ടൂല. നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥൻ നിങ്ങളല്ല. നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥൻ സർവേശ്വരനാണ്, സർവശക്തനാണ്. നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥൻ പടച്ചോനാണ്. നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥൻ നിങ്ങളല്ല. യു ആർ നോട്ട് ദ ബോസ്, യു ആർ ഓൺലി എ ഗാർഡിയൻ. നിങ്ങൾ ഒരു സംരക്ഷകൻ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു നിധി ഏൽപ്പിച്ചു ദൈവം. നിങ്ങളുടെ കയ്യിൽ ഒരു നിധിയെ ഏൽപ്പിച്ചു ദൈവം. ഒരച്ചു നോക്കൂ, ഇത് ചില ഭാഗങ്ങളിൽ തിളങ്ങും, ചില ഭാഗങ്ങളിൽ ഇത് തിളങ്ങും. ഇത് സമൂഹത്തിന് പ്രകാശം കൊടുക്കും. ഇത് ഒരുപാട് അസുഖങ്ങൾ മാറ്റും. ഒരച്ചു നോക്കൂ, ഒരച്ചു നോക്കൂ. നമ്മൾ ഒരച്ചുകൊണ്ടേയിരിക്കണം. എവിടെയാണ് ഇത് തിളങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരച്ചുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ കുട്ടിയുടെ ടാലന്റ് എവിടെയാണ്, ഏത് മേഖലകളിലാണ് കുട്ടി, എന്തൊക്കെയാണ് ഞാൻ അവനെ കൂടുതൽ ശക്തനാക്കാൻ കൊടുക്കേണ്ടത്. യു ആർ നോട്ട് ദ ഓണർ ഓഫ് യുവർ കിഡ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥനല്ല. യു ആർ ഓൺലി എ ഗാർഡിയൻ. കുട്ടിയുടെ ഉടമസ്ഥൻ സർവശക്തനാണ്, സർവശക്തനായ തമ്പുരാനാണ്. അടച്ചു വിട്ടവനാണ് ഉടമസ്ഥാവകാശമുള്ളൂ, നമുക്കില്ല. വി ആർ ഓൺലി എ ഗാർഡിയൻ. അത് ആദ്യം എല്ലാവരും ഉറപ്പിക്കുക. ദൈവം ഒരാളെയും മോശക്കാരനായി സൃഷ്ടിക്കില്ല. ദൈവത്തിന്റെ സൃഷ്ടി അങ്ങേയറ്റം ഉത്തമമാണ്, വ്യക്തമാണ്, കൃത്യമാണ്. നിങ്ങളിലെ ഓരോരുത്തരുടെയും കുട്ടി ഓരോ ജീനിയസ് ആണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയുടെ ജീനിയസ് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. എവിടെയാണ് കുട്ടിയുടെ ജീനിയസ് എന്ന് കണ്ടുപിടിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടി 14 വയസ്സ് 15 വയസ്സായിട്ടും കുട്ടിക്ക് ഒരു നേതൃത്വ ബോധം ഇല്ല എങ്കിൽ, കുട്ടിക്ക് ഒരു ദിശാബോധം ഇല്ല എങ്കിൽ, കുട്ടിയുടെ കഴിവുകൾ എവിടെയാണെന്ന് കുട്ടിക്ക് തിരിച്ചറിഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഫെയിലിയർ ആണ്. ദൈവം നമുക്ക് തന്ന നിധിയെ നമ്മൾ കണ്ടറിഞ്ഞ് ഉപയോഗിച്ചില്ല എന്നുള്ളതിന്റെ കുറ്റം പരിചാരപ്പെടേണ്ട കുറ്റവാളിയാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ഓരോരുത്തരും. അതുകൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ രക്ഷിതാവിന്റെയും പ്രഥമമായ കർത്തവ്യം മാറ്റുരച്ചു നോക്കലാണ്. പാട്ട് ക്ലാസ്സിന് ചേർത്ത് നോക്കുക, പാടുന്നുണ്ടോ നോക്കുക. ഫുട്ബോൾ ക്ലാസ്സിന് ചേർത്ത് നോക്കുക, ഫുട്ബോൾ കളിക്കുന്നുണ്ടോ നോക്കുക. കൂട്ടുകാരുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് നോക്കുക. കൂട്ടുകാരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്, ഒരു നേതൃത്വം ഉണ്ടോ? ഉണ്ട്. എന്നാ ഓനെ മെല്ലെ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡിലേക്ക് നീക്കുക. നന്നായി പാചകം ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഒരു ഹോട്ടൽ മാനേജ്മെന്റ് സ്കില്ല് വളർത്തത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് സ്കില്ല് വളർത്തത്തക്ക രീതിയിലോ അവന്റെ ടേസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക. ഓൻ വെറുതെ കുളിമുറിയിൽ ഇരിക്കുമ്പോൾ ബൊന്താ ശ്രദ്ധിക്കണേ, എന്താ മൂളിപ്പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ആ മൂളിപ്പാച്ചത് ഒരു രസമുണ്ടോ? ഒരു പേപ്പറും കഷ്ണവും കിട്ടുമ്പോ അവൻ എന്താണ് വരയ്ക്കുന്നത്, ആ വരയിൽ ഒരു രസമുണ്ടോ? അവൻ എപ്പോഴും എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും അവന്റെ സംശയങ്ങൾ എന്തിനെ കുറിച്ചുള്ളതാണ്? ഒരാൾ ചോദിക്കുന്ന സംശയങ്ങൾ എന്തിനെ കുറിച്ചുള്ളതാണ് എന്ന് മാത്രം നിങ്ങൾ എത്ര ആൾക്കാർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഒന്ന് കൈവർത്താം. എത്ര കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? എന്റെ കുട്ടി ചോദിക്കുന്ന സംശയങ്ങൾ കൂടുതലും ഈ മേഖലകളിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമായി അറിയുന്ന രക്ഷിതാവെന്ന് കൈകൊണ്ടു. 1. 2, ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ കുട്ടി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഈ മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ കുട്ടിയുടെ താല്പര്യം ഏതാണെന്ന് എനിക്കറിയാം. അത് ഒരുപാട് കൈകൾ പൊങ്ങുന്നില്ല. നമ്മുടെ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളെ ഒബ്സർവ് ചെയ്യണം. നമ്മൾ കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കണം. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ കുട്ടിയുടെ യഥാർത്ഥ ടാലന്റ് എവിടെയാണെന്ന് മനസ്സിലാക്കുക.
എന്താ പറയാ, കൈൻഡ് ഓഫ് ഓപ്പണിംഗ് ദ ടാലന്റ് ഓഫ് എ കിഡ്, അൺലോക്കിംഗ് ദ ടാലന്റ് ഓഫ് എ കിഡ് എന്നൊക്കെ പറയും. ഒരു കുട്ടിയുടെ യഥാർത്ഥ പ്രതിഭയെ തുറന്നു വിടുക അല്ലെങ്കിൽ കൂട്ടു തുറക്കുക എന്നൊക്കെ പറയുന്ന സംഭവം. കുട്ടിയുടെ ചോദ്യങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. എവിടെയാണ് കുട്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് തരത്തിലുള്ള കാര്യങ്ങളോടാണ് കുട്ടി ഏറ്റവും കൂടുതൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട്. അപ്പൊ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതാണ്. നമ്മള് പ്രശംസിക്കുക, കാണാൻ ചെറിയൊരു കാര്യം പ്രശംസിക്കാൻ കിട്ടിയാൽ ഒരു കാരണവശാലും പ്രശംസിക്കാനുള്ള സാധ്യതയെ നഷ്ടപ്പെടുത്താൻ പബ്ലിക്കായിട്ട് പ്രശംസിക്കുക. പബ്ലിക്കായിട്ട്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എന്റെ മോൻ കേൾക്കാം. എന്റെ ചെക്കൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മോനെ എന്താക്കും വെച്ചാല് പിന്നെ പറഞ്ഞാല് കളിക്കരുതെന്ന് പറഞ്ഞാൽ കളിക്കും, അത് ചേരുന്നെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇങ്ങനെയൊക്കെ ഞാൻ പുറത്ത് നടക്കുന്നു. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ ഞാൻ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ, എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും തട്ടിമുട്ടി കൊടുക്കുക. അപ്പൊ ഞാൻ അവനും എൻ്റെ ഏട്ടന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാം. അപ്പോ ഞാൻ അവനെ ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇപ്പം മുന്നിൽ പഴയ ആളല്ലേട്ടാ, മുമ്പൊക്കെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ പറഞ്ഞാൽ കേൾക്കൂലെന്നൊരു പ്രശ്നം. പക്ഷെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറയുന്നത് പക്ക പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അനുസരിക്കുന്നുണ്ട്. എന്ത് പഠിച്ചോ എന്ത് അത്ഭുത കാണിച്ചെന്നില്ല അറിയില്ല. ഞാൻ വെറുതൊരു പരീക്ഷണം നടത്തിയതാണ്. അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു പോയപ്പോ മുപ്പര് പറയാ, ഇന്ന് ഭയങ്കര ഡീസന്റ് ആയിരുന്നു. സത്യം, ഇത് പെറ്റമ്മ സത്യം പറയും. അപ്പൊ നമ്മൾ കുട്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു കുട്ടിക്ക് തോന്നുന്നത്, കുട്ടി അതിനനുസരിച്ച് സ്വയം വളരാൻ തീരുമാനിക്കും. പരസ്യമായിട്ട് പ്രശംസിക്കുക, പരസ്യമായിട്ട് നല്ലത് പറയുക, ആളുകളുടെ മുന്നിൽ വെച്ച്. നമ്മൾ എന്താ ഏറ്റവും കൂടുതൽ പറയാ, ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീന്റെ അമ്മേനെ റോട്ടിൽ വെച്ചാണ്, കൂടെ നമ്മളുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി സാധനവും വാങ്ങി വരികയാണ്. ഓക്കെ, നിങ്ങൾ അരിയും പഞ്ചാരയും സകലവും വാങ്ങിയിട്ടുണ്ട്. വലിയ പൊന്തം പോലത്തെ ഒരു സാധനം അവന്റെ തലയിൽ അവന്റെ ചുമലിലാണ്. എന്നിട്ട് നിങ്ങളൊരു സഞ്ചി എടുത്ത് ഇങ്ങനെ നടക്കുക. അപ്പുറത്തെ ക്ലാസ്സിൽ വേറൊരു കുട്ടീന്റെ അമ്മ വരിക. ഇനി ഇതുപോലത്തെ സംഭവം ലൈഫിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. കുട്ടീനോട് സംസാരിക്കുന്ന കുടുംബത്തിൽ എന്ന് പറയും, എങ്ങനെയുണ്ട് ഇവന്റെ പഠിത്തം? ഇവനെ കുറിച്ചൊന്നും പറയേണ്ടത്, ഒരു സാധനം പഠിക്കൂല, പറഞ്ഞാലും കേൾക്കും. ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്നറിയോ, ഓൻ ഓപ്പൺ ലൈസൻസ് കൊടുക്കുകയാണ്, തെമ്മാടി ആവാനുള്ള ലൈസൻസ് എഴുതി കൊടുക്കുകയാണ്. കാര്യം ഓനെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം ഓൻ ലൈസൻസ് കിട്ടി കഴിഞ്ഞു. ഓന്റെ അമ്മ ഓനെ കുറിച്ച് പറയാണ് ഭയങ്കര തെമ്മാടിയാണ്, ഒരു സാധനം പറഞ്ഞാൽ കേൾക്കാത്താണ്. പിന്നെ ഓൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേൾക്കാൻ നോക്കുമ്പോഴാണ് ഓന് തോന്നാ, ഈ അമ്മേന്റെ ഇപ്പൊ ഞാൻ മാറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കേട്ടിട്ട് അമ്മക്കൊരു സങ്കടം വേണ്ട. So you are giving an open license to him to be a rascal. നിങ്ങൾ അവനെ എഴുതി കൊടുക്കുകയാണ്, മോനെ നിന്നെ ഞങ്ങൾ തീരുമാനിച്ചു നോക്കണം. ഇതേ സാധനം തിരിച്ചൊന്ന് പറഞ്ഞു നോക്ക്. You will find a miracle. നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ വീടുകളിൽ. സുഹൃത്തുക്കളുടെ അമ്മമാരെ കാണുമ്പോ എങ്ങനെയുണ്ട് മോനെന്ന് ചോദിക്കുമ്പോൾ മിടുക്കനാണ്, നല്ലോണം പഠിക്കുന്നുണ്ട്, ഇപ്പൊ നല്ല അസലായിട്ട് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. എന്തൊക്കെ കണ്ടില്ല നിങ്ങൾ അവന്റെ കയ്യിലുള്ള സഞ്ചി നോക്കും. എന്നെ ഇപ്പൊ തന്നെ ഞങ്ങൾ വരുമ്പോ എന്റെ കയ്യിലായിരുന്നു ഭാരം ഉണ്ടായിരുന്ന സഞ്ചി ഉണ്ടായിരുന്നു. അമ്മ ഇത് പിടിച്ചു എന്ന് പറഞ്ഞ് എന്റെ മോനാ പിടിച്ചു. ഇത്ര നല്ല മോൻ. ഇങ്ങനെ പറഞ്ഞു നോക്ക്, ഇങ്ങനെ പറഞ്ഞു നോക്ക്. ഒരൊറ്റ പ്രാവശ്യം ട്രൈ ചെയ്തു, ഓന്റെ കണ്ണിലെ തിളക്കം കാണാൻ പറ്റും. ഓന്റെ കണ്ണ് തിളങ്ങുന്നത് നിങ്ങൾ കാണും, ഓന്റെ അഭിമാനം വളരുന്നത് നിങ്ങൾ കാണും. ഓ പിന്നീട് പബ്ലിക്കിൽ പോകുമ്പോൾ ഓൻ മനസ്സിൽ ഫിക്സ് ചെയ്യും, എന്തെന്നറിയോ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ നല്ലൊരു കുട്ടിയാണ്, ഞാൻ ഇമാതിരി തെണ്ടിത്തരൊന്നും കാണിക്കാൻ പാടില്ല, ഞാൻ അഭിമാനാണ് എന്റെ അച്ഛന്റെ അമ്മേന്റെ. അച്ഛന്റെ അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ചീത്തപ്പേരുണ്ടാക്കുന്നൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് മറ്റവൻ അതല്ല, ഇതിപ്പം നടന്നിട്ടെന്താ, അച്ഛനും അമ്മയ്ക്ക് സകലത പറയാം, എന്റെ തമ്മാടുത്തെ കംപ്ലീറ്റ് അച്ഛനാണ്, അപ്പൊ ഇനി ഇതൊരു കുഴപ്പമൊന്നുമില്ല. സോ പോസിറ്റീവ് സ്ട്രോക്ക് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കാം, എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കൈവക്കണം. ആരെങ്കിലും ഒരാള് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇന്നേ വരെ നന്നായിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എന്നോട് ഒരാൾ ഒരു കുറ്റം പറഞ്ഞതുകൊണ്ട്, ആ കുറ്റം ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നന്നായിട്ടില്ല. പക്ഷേ എന്നോട് ഒരാൾ നല്ലത് പറഞ്ഞപ്പോ ഞാൻ ആ നല്ലതിനെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. വീണ്ടും എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. ഒരാൾ എന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് ആ കുറ്റം കേട്ടിട്ട് ഞാൻ നന്നായിട്ടില്ല.
പക്ഷേ ഞാൻ എന്റെ ഒരു നല്ലതൊരാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരാരെയും? അതെ, കുറച്ച് കൈകൾ ഉയർന്നു, പലരും ഓക്കെ, 2-3 കൈകൾ ഉയർന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറയും, ആർക്കാ നിങ്ങൾ കുറ്റം പറഞ്ഞ് നന്നാക്കാൻ പറ്റുക? ഏതെങ്കിലും ഒരാളോട് അയാളുടെ കുറ്റം പറഞ്ഞാൽ നന്നാവും? ഒരു കാരണവശാലും ഒരാളോട് കുറ്റം പറയാതിരിക്കാൻ. കുറ്റം പറഞ്ഞ ഒരുത്തരും നന്നാവില്ല. നല്ലത് പറഞ്ഞാൽ നമുക്ക് ഒരാളെ നന്നാക്കിയെടുക്കാൻ പറ്റും. നല്ലത് പറഞ്ഞ് വിശ്വാസം നേടി കഴിയുമ്പോൾ നിങ്ങൾക്ക് സജഷൻസ് മുന്നോട്ട് വയ്ക്കാം, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം. പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ ചെയ്യാറുള്ളത് കുട്ടികളുടെ കുറ്റം പറച്ചിൽ മാത്രമാണ്. സോ സ്റ്റോപ്പ് ബ്ലെയിമിങ് കിഡ്. ഇതാണ് നെഗറ്റീവ് സ്ട്രോങ്. ഒരു കാരണവശാലും കുട്ടിയെ കുറ്റം പറയും. ചില കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും കുറച്ചൊക്കെ നടക്കൂട്ട, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ പോകുമ്പോൾ ഒരു ചെക്കനെ പറഞ്ഞു നോക്കിയിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടാവണം, ഇത് മോശമാണ് എന്നുള്ള ചിന്ത ഉണ്ടാവും. അതിങ്ങനെ തുറന്നു പോകാൻ പാടില്ല. നിങ്ങൾ ഇത് കേൾക്കുമ്പോഴും ഒരുപക്ഷെ നാളെ കുട്ടീനെ കുറ്റം പറയാനോ ദേഷ്യം പറയാനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പൊ ദേഷ്യം പിടിക്കാൻ തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ ദേഷ്യം പിടിച്ചോട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ ചെയ്തത് തെറ്റാണ് എന്നറിയാം. ഞാൻ എന്റെ കുട്ടീനെ എന്താ പറയാ നല്ല വഴി നടത്താൻ വേണ്ടി സമ്മർദ്ദത്തിലൂടെ കൊണ്ട് നടക്കുന്നതാണ് ശരി എന്ന് മണ്ടത്തരത്തിൽ ജീവിക്കരുത്. ദാറ്റ് ഈസ് റോങ്. അത് തെറ്റാണ്. വല്ലപ്പോഴും നിങ്ങൾ തെറ്റ് വരുത്തുന്നതിന് തെറ്റില്ല. പക്ഷെ അത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പെരുമാറിക്കോളൂ. എന്നിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ദിവസം കൂടുതൽ ദേഷ്യപ്പെടുന്ന സമയത്ത് അവനോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ നിങ്ങൾ നമ്മളെ തോന്നും. അപ്പൊ ഈ കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുറ്റപ്പെടുത്തുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ വാസനയുള്ള കുട്ടികളായി മാറുന്നത്. അവന് വളരെ ചെറുപ്പത്തിൽ ക്രൈം ചെയ്യാനുള്ള ലൈസൻഷിപ്പാണ് നിങ്ങൾ ഈ കുറ്റപ്പെടുത്തലിലൂടെ കൊടുക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണുള്ളത്. എൻജോയ്മെന്റ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്, വലിയ സമ്പാദ്യമുണ്ട്, ഒരുപക്ഷെ വലിയ ജോലിയുണ്ട്, പക്ഷെ അവർക്ക് ഹാപ്പി അല്ല. എന്തുകൊണ്ടാണ്? നേരെ മറിച്ച് വലിയൊരു സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും വീട്ടില് ദാരിദ്ര്യം ഇല്ല, എന്നാൽ നല്ല പാട്ട് ഇഷ്ടമാണ്, പാട്ടൊക്കെ കേട്ട് കുറച്ച് പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. അല്ലെങ്കിൽ ഒരു കളി ഇഷ്ടമാണ്, എപ്പൊ ക്രിക്കറ്റ് കളികളോട് ഭയങ്കര ഇഷ്ടമാണ്, ഓടി വന്ന് ക്രിക്കറ്റ് കളി കാണുക. അല്ലെങ്കിൽ നാട്ടിലെ കലാപ്രവർത്തനങ്ങളിലൊക്കെ സന്തോഷത്തോടെ ജീവിക്കുക. അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ലൈഫ്? ആത്യന്തികമായി ജീവിതം എന്നാൽ സന്തോഷ നിമിഷങ്ങൾ ജീവിച്ചു തീർക്കാനുള്ള ഉപാധികളാണ്. നിങ്ങളുടെ കുട്ടി നാളെ മുതിർന്ന ഒരു പൗരനായി മാറും, മുതിർന്ന ഒരു വ്യക്തിയായി മാറും. ആ വ്യക്തിയായി അവൻ ജീവിക്കുന്ന സമയങ്ങളിൽ അവന് സന്തോഷിക്കാൻ ഒരു ഉപാധി വേണം. സന്തോഷിക്കാനുള്ള ഉപാധി ലഭിക്കണമെങ്കിൽ അവന്റെ യഥാർത്ഥ നാച്ചുറൽ ടാലന്റിനെ മനസ്സിലാക്കി അവന് മാർഗനിർദ്ദേശങ്ങൾ നൽകണം. അത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. നാച്ചുറൽ ടാലന്റ് എന്താണ്? നാച്ചുറൽ ടാലന്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ നാച്ചുറൽ ടാലന്റ്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ നാച്ചുറൽ ടാലന്റ്. ഒരു കാര്യം ചെയ്യാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അതാണ് നാച്ചുറൽ ടാലന്റ്. അതൊരിക്കലും ഒരു കുട്ടിക്ക് തോന്നില്ല. കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ ടി വി കാണുമ്പോൾ കുട്ടിക്കത് തോന്നില്ല. കുട്ടിയെ തല്ലുകൂടുമ്പോൾ കുട്ടിക്കത് തോന്നില്ല. അപ്പൊ കുട്ടി വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, കുട്ടി ബോറടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ അവൻ ചെയ്തു കൂട്ടുന്ന ചില സാധനങ്ങളുണ്ട്, ചില സിമ്പിൾസ്, അല്ലെങ്കിൽ ചില എന്താ പറയുക, ചില അടയാളങ്ങൾ. ആ അടയാളങ്ങൾ നോക്കിയാണ് വെറുതെ ഇരിക്കുമ്പോൾ ചുമരുമലിൽ കൂറി വരയ്ക്കുന്നുണ്ടെങ്കിൽ അവന്റെ ചിത്രകാരൻ, വെറുതെ ഇരിക്കുമ്പോൾ മൂളിപ്പാട്ട് പാടുന്നുണ്ടെങ്കിൽ, എപ്പോഴും കൂട്ടുകളോട് ഒരു കളിക്കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ ഇവനാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ അവന്റെ നേതാവ്. ഇങ്ങനെ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഉള്ളിലെ ടാലന്റ്, അവന്റെ നാച്ചുറൽ ടാലന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗാർഡിയൻ ആയിട്ടുള്ള നമ്മൾ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം. അത് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അതിനെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തുകൊണ്ട്? നാളെ ഭാവിയിൽ അവൻ ഒരു വ്യക്തിയായി ജീവിക്കുന്ന സമയത്ത് ആ മേഖലയായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് നൽകുന്നത്. ആ എൻജോയ്മെന്റ് ഇല്ല എങ്കിൽ അവൻ പിന്നീട് വലുതായാലും ഒരുപക്ഷെ മദ്യാസക്തിയിലേക്കോ മറ്റ് ചീത്ത സ്വഭാവങ്ങളിലേക്കോ വഴുതി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടി പഠിച്ചു, നന്നായി പരീക്ഷകൾ മാർക്ക് വാങ്ങി, പാസ്സായി, ജോലി കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നല്ല രക്ഷിതാവാണെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും നല്ല രക്ഷിതാവാകുന്നത് അവൻ നല്ലൊരു ക്യാരക്ടർ കൊടുക്കുമ്പോഴാണ്. നിങ്ങൾ ഏറ്റവും നല്ല രക്ഷിതാവാകുന്നത് അവന്റെ ഇൻബോൺ ടാലന്റിന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. നിങ്ങൾ ഒരു കുട്ടിക്ക് ഒരുപാട് ട്യൂഷൻ കൊടുത്ത്, ഒരുപാട് സമ്മർദ്ദം ചെലുത്തി അവനെ പഠിപ്പിച്ച്
ഒരുപാട് പൈസ കൊടുത്ത് അവന് വലിയ ഡിഗ്രി കൊടുത്താലൊന്നും ഞാൻ നോട്ട് എ ഗുഡ് പാരന്റ്. നിങ്ങളൊരു ഗുഡ് പാരന്റ് ആയി മാറുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന വാസന എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കുമ്പോഴാണ്. നീ ഇത് ചെയ്യുമ്പോഴാണ് നിനക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. നീ ഇത് ചെയ്യുന്നതിലൂടെയാണ് നിനക്ക് ഏറ്റവും രസകരമായി നിന്റെ ദിവസങ്ങളെ തള്ളിയിരിക്കുന്നത്. നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇത് ചെയ്യുമ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് അവനോട് 12-ാമത്തെയോ 13-ാമത്തെയോ വയസ്സിൽ പറയാതെ പറഞ്ഞ് അവൻ അറിയുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അത് തിരിച്ചറിയുമ്പോൾ നിങ്ങളൊരു നല്ല പാരന്റായി സ്വയം സർട്ടിഫൈഡ് ആകും. അതാണ് എന്റെ ഒരു അഭിപ്രായം. സ്കൂളിലെ മാർക്ക്, സർട്ടിഫിക്കറ്റ്, പ്ലീസ്, ദേ ആർ നോട്ട് അറ്റ് ഓൾ എ മെഷർ ഫോർ ദ സക്സസ്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഒരു കുട്ടിയിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യും. ഇന്ത്യ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. അതെങ്ങനെ കൂടുതൽ നന്നാക്കാം എന്നുള്ളതിനൊക്കെ നിർദ്ദേശങ്ങളും പിന്നീട് നമുക്കൊരു ദിവസം ചെയ്യാം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ സ്കൂളിന്റെ പെർഫോമൻസിന്റെ ബേസിസിൽ അളക്കരുത്. പ്ലീസ് പ്ലീസ്, ഞാൻ കാണുകയാണ് അപേക്ഷിക്കുക. കണക്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. കണക്ക് നന്നായി പഠിക്കട്ടെ കുട്ടി, നമുക്ക് കുട്ടീനെ സഹായിക്കാം. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാം. കാര്യം അവന് തുറന്ന് പഠിക്കണമെങ്കിൽ അവന് ഇഷ്ടമുള്ള മേഖലയിലേക്ക് എത്തണം. അവന് എല്ലാ വിഷയങ്ങളും പഠിക്കുകയും പാസ്സാവുകയും നല്ല മാർക്ക് ഇതൊക്കെ വേണം. ഒരിക്കലും നിങ്ങളുടെ കുട്ടി ഇങ്ങനെയാകണമെന്ന് തീരുമാനിക്കാതെ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് എന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഞാൻ കാണുകയാണ് പറയാണ്, ഒരുപാട് രക്ഷിതാക്കള് പൊന്നു മക്കളെ കാർന്ന് തിന്നുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും മക്കളെ സമ്മർദ്ദത്തിലാക്കരുത്. ഇങ്ങനെയാകൂ എന്ന് പറയരുത്. എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുക. ആ കുട്ടി എന്താണ് എന്ന് ഒബ്സർവ് ചെയ്യും. അവന്റെ ഉള്ളിലെ സ്പാർക്ക് മനസ്സിലാക്കും. നിങ്ങളുടെ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കും. അവന്റെ ഓരോ ആക്ടിവിറ്റിയെയും തിരിച്ചറിയും. ഏറ്റവും നന്നായിട്ട് അതിനെ മനസ്സിലാക്കും. ഒരു നല്ല ഒബ്സർവറാണ്. സമ്മർദ്ദിക്കരുത്. പഠനത്തിൽ മോശമായതുകൊണ്ട് ഒരു കുട്ടി ബേസ്റ്റ് അല്ല. ഒരു കാരണവശാലും കുട്ടീനെ പരസ്യമായി അധിക്ഷേപിക്കരുത്. ഒരു കാരണവശാലും കുട്ടികളെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അപമാന വാക്കുകൾ പറയരുത്. ഞാൻ കേണ് പറയാണ്, കുട്ടികളോട് വളരെ നന്നായി സംവദിക്കുന്ന ഒരു അധ്യാപകനാണ്. പല കുട്ടികളും കണ്ണ് നനച്ച് എന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ നിങ്ങൾ ഒന്ന് അച്ഛനോട് പറയൂ, എന്നെ എല്ലാവരെയും മുന്നിൽ വെച്ച് തമാശയാക്കണം അച്ഛൻ. എത്രയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ച് കുട്ടികൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നെവർ ബ്ലെയിം യുവർ കിഡ്. നമ്മുടെ കുട്ടിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവന്റെ കുറ്റങ്ങളെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് പഠിക്കാം, അവന്റെ നന്മകളെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ നന്മ അവനിൽ വളർത്താൻ ആ നന്മയെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവന് പോസിറ്റീവ് ബൂസ്റ്റിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലത് കാണുക, തുറന്നു പറയുക, ചീത്തത് കാണുക, മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് ചിന്തിക്കുക ആ ചീത്തത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ സ്വർണം പോലെ തിളങ്ങുന്ന കുട്ടിയാണ്. നിങ്ങളുടെ വൈഡൂര്യം, നിങ്ങളുടെ മാണിക്യം വീട്ടിൽ പുറത്തു. എത്ര കൂടുതൽ കുറ്റപ്പെടുത്തുന്നോ അത്രയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാകുന്നത്. സോ സ്റ്റോപ്പ് ബ്ലെയിമിങ് കിഡ്സ്, സ്റ്റോപ്പ് കമ്പല്ലിങ് ദം. കുട്ടികളെ കുറ്റം പറയുന്നത് നിർത്തുക, കുട്ടികളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് നിർത്തുക. സ്റ്റാർട്ട് ടു ലവ് ദം. അവരുടെ വിശ്വാസം ആർജിക്കുക, അവരുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുക. ഇനി അവസാനത്തെ ഒരു പോയിന്റും കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം നീക്കിവെക്കാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രീഡം. എസ്പെഷ്യലി ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് പറയുന്നതിനും മടിയില്ല, ഞാനും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിൽ ദൂര സ്ഥലങ്ങളിലേക്ക് പോയി ചീത്ത സ്വഭാവങ്ങളുമായി വരുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, ടു ബി ഫ്രാങ്ക്, അതിലൊരു തെറ്റില്ലാത്ത പങ്ക് അധ്യാപകന്മാരുടെ മക്കളാണ്. 2-3 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ അധ്യാപകന്മാർക്കൊക്കെ അവര് പഠിപ്പിക്കുന്ന കാലത്ത്, അധ്യാപകന്മാർക്കൊക്കെ അവര് പഠിപ്പിക്കുന്ന കാലത്ത് അവരുടെ ഒരു ഐഡിയൽ സ്റ്റുഡന്റ് ഉണ്ടാവും. അവര് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി. അന്ന് മുതൽ അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവും, എന്റെ കുട്ടി ഇങ്ങനെ ആയിരുന്നെങ്കിലും. ഇത്തരത്തിലുള്ള ഒരുപാട് ഐഡിയൽ കുട്ടികളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ ഈ രക്ഷിതാക്കൾ, അധ്യാപകരായിട്ടുള്ള രക്ഷിതാക്കൾ വന്നത്. ഞാൻ അധ്യാപകരെ മോശമാക്കി പറയുന്നല്ല, ഞാൻ എന്റെ ഒരു അനുഭവം വെച്ചു, എന്റെ വ്യക്തിപരമായ അനുഭവമല്ല, ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലുള്ള അനുഭവം. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഏറ്റവും ഏറ്റവും പരിചയമുള്ള ഒരു സ്കൂളിൽ ചേർന്നു. നിരന്തരം മറ്റ് അധ്യാപകന്മാരോട്, ഇദ്ദേഹം അധ്യാപകനായതുകൊണ്ട് തന്നെ കുട്ടീന്റെ അധ്യാപകൻ ഇയാളുടെ സുഹൃത്തായിരിക്കും.
നിരന്തരം ഈ കുട്ടിയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കും. അവന്റെ പിറകിൽ ഒരു സാറ്റലൈറ്റ് പോലെ മോണിറ്റർ ചെയ്ത് പിറകിൽ പോയിക്കൊണ്ടേയിരിക്കും. ശക്തമായ സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തും. വ്യക്തമായി ട്യൂഷൻ കൊടുക്കുക, പഠനത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം ചെലുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടീനെ കറക്റ്റ് പരുവത്തിൽ 10ാം ക്ലാസ് പാസ്സാക്കി ചെല്ലും. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഇന്നത്തെ കാലത്ത് അതും കൂടി സാധ്യമാവും. ഒരുപക്ഷെ നല്ല കുട്ടിയായി, നല്ല മിടുക്കനായി, നല്ല മിടുക്കനായി, നല്ല മാർക്കോടെ പാസ്സാവും. എൻട്രൻസ് പരീക്ഷ പാസ്സായി IIT-യോ NIT-യോ ഒക്കെ അവിടെ ചെല്ലുമ്പോഴാണ് അവനറിയാം ഒരുപാട് വലുതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെളിക്കുണ്ടിൽ ചാടാൻ ശ്രമിക്കുന്ന മഴത്തുള്ളിയായി, മഞ്ഞുതുള്ളിയായിട്ട് അവൻ മാറും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ വരച്ചു കൊടുത്ത ഒരു വരയിലൂടെ മാത്രം സഞ്ചരിച്ച് ഈ സഞ്ചാരത്തിന്റെ വിരസതയിൽ നിന്നാണ് അവൻ ത്രസിക്കുന്ന ചെളിക്കുണ്ടിലേക്ക് ചാടാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നിർത്തണം. കുട്ടികളെ വ്യത്യസ്ത ലൈഫ് എക്സ്പോഷറിലേക്ക് നയിക്കണം. ജീവിത സാധ്യതകൾ, അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. വ്യത്യസ്ത മേഖലകളിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഓക്കെ, കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുമ്പോ ഒരു ദിവസം കുട്ടിക്ക് പണം കൊടുക്കണം. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എത്തുമ്പോൾ നീ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു സിനിമ കണ്ടിട്ടോ. ഓക്കെ, നമ്മുടെ ഒരു സൂപ്പർവിഷൻ വേണമെങ്കിൽ ആയിക്കോട്ടെ. നമ്മൾ പറയണം, ഒരു വണ്ടിക്കാരനെ ഏർപ്പാടാക്കും. നമ്മൾ പറയണം, എടാ നിങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ചെറിയൊരു ടൂർ പോയിട്ട് ഞാൻ ഒരാൾ വരാം, നിങ്ങൾ നീ എന്റെ കൂട്ടുകാരേക്ക് ഒരു രക്ഷിതാവ്, ഒരു 4-5 കുട്ടികൾ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയും. എന്താണ് നമ്മൾ അവന് അനുവാദം കൊടുക്കണം? എന്തിനുള്ള അനുവാദം? നമ്മുടെ സൂപ്പർവിഷനോടുള്ള അനുവാദം. അവിടെ ഓരോ സാഹചര്യങ്ങളിലും അവൻ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടാ, അത് ചെയ്ത ഈ ഒരു അപകടം, അത് ചെയ്തിട്ടാ, അത് ചെയ്ത ഇങ്ങനെ ഒരു അപകടം. ഇങ്ങനെ വ്യത്യസ്ത അപകടങ്ങളിലുള്ള അവൻ ലൈഫ് എക്സ്പോഷർ അവർ കിട്ടുമ്പോൾ, എക്സ്പീരിയൻസ് അവർ കിട്ടുമ്പോൾ അവൻ ഇനിയൊരു സ്വാതന്ത്ര്യം വന്നാൽ പാടി ചെന്ന് ചാടി കുത്തിമറിഞ്ഞ് നശിച്ചു പോവില്ല. അതുകൊണ്ട് ഗിവ് ഫ്രീഡം ടു എ കിഡ്. ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അവന്റെ സഞ്ചാരത്തിന്റെ നേർരേഖ നിശ്ചയിക്കാതിരിക്കുക. ലൈഫിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അനുഭവങ്ങൾ കൊടുക്കുക. ഏറ്റവും ആത്യന്തികമായി നമ്മുടെ കുട്ടി ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുക. യു ആർ നോട്ട് ഹിസ് ബോസ്. നിങ്ങൾ അവരുടെ മുതലാളിയല്ല. നിങ്ങൾ ആ കുട്ടിയുടെ ഗാർഡിയൻ മാത്രമാണ്. യു ആർ ഓൺലി എ ഗാർഡിയൻ. നിങ്ങളുടെ കുട്ടി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം മോശപ്പെട്ടതൊന്നും ഭൂമിയിൽ സൃഷ്ടിക്കില്ല. ദൈവം വ്യക്തമായ പദ്ധതിയുള്ളവനാണ്. ദൈവം രത്നങ്ങളെയാണ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി പോലും ഗുണത്തിനെത്താത്തതല്ല. കമ്മ്യൂണിസ്റ്റ് അപ്പം മുതൽ ആൽമരം വരെ, കൊതുക് മുതൽ ആന വരെ, എന്തു ആവട്ടെ, കരിങ്കല്ല് മുതൽ വൈഡൂര്യം വരെ, പച്ചവെള്ളം മുതൽ പട്ടച്ചാരായം വരെ, എന്തും ഭൂമിയിൽ സൃഷ്ടിച്ചത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തിനും അതിന്റെ പവിത്രതയുണ്ട്. ആ പവിത്രത എന്റെ കുട്ടിയുടേത് എന്താണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ഒരു ഒബ്സർവറായി മാറുക, ഒരു ഓണറായി നിലനിൽക്കരുത്. നിങ്ങൾ ഉടമസ്ഥനല്ല, നിങ്ങൾ കാവൽക്കാരനാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥനല്ല. നിങ്ങളുടെ കുട്ടി ഒരു ഇൻഡിവിജ്വലാണ്. അവൻ അവൻ്റെതായ ഇഷ്ടങ്ങളും അവൻ്റെതായ സ്വഭാവങ്ങളും അവൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. വെറും കാഴ്ചക്കാരനായി നോക്കിക്കാണ്ട് നിൽക്കുക, കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഒരു മാച്ചിലെ റഫറിയെ പോലെ നിൽക്കുക. കളിക്കാരൻ ഇഷ്ടം പോലെ കളിക്കട്ടെ, പക്ഷെ കളിയുടെ നിയമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്തായിരുന്നില്ല എന്റെ ഉദ്ദേശം. ഞാൻ നിങ്ങളെക്കാളും വിവരമുള്ള ആളുമല്ല, അനുഭവത്തിൽ നിങ്ങളെക്കാളും വിവരം കുറഞ്ഞ ആളാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കൗമാരക്കാരായ കുട്ടികളുടെ ഒരു വർഷം ആയിരക്കണക്കിന് കുട്ടികളോട് ഇടപെടുന്ന ഒരു അധ്യാപകനാണ്. മാത്രമല്ല, വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വലിയ ശക്തമായ രീതിയിൽ ഇടപെടുന്ന ഒരു അധ്യാപകൻ. അതുകൊണ്ട് തന്നെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളിലൂടെ സംസാരിച്ചത് സത്യമാണ് എന്ന് മാത്രമല്ല, വ്യക്തതയുള്ളതും ഉറപ്പുള്ളതുമായ കാര്യമാണ്. അതെനിക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന എന്റെ അനുഭവത്തിന്റെ ജ്ഞാനമാണ്.
ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ആരെയും പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആർജിച്ച വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഞാനിപ്പോ സൂമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ എന്താ പറയാ, ഒരു ചെറിയ അപേക്ഷയുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാറിയ കൊറോണ കാലത്ത് ഒരു ഓൺലൈൻ വിദ്യാഭ്യാസം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതില് 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്കോ 11ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിലേക്കോ പോകുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ വീഡിയോ ക്ലാസ്, യൂട്യൂബിലൂടെയുള്ള വീഡിയോ ക്ലാസ്സും സൂം സെമിനാറും വെച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് തരിക. ശേഖരൻ മാഷോട് ചോദിച്ച നമ്പർ കിട്ടും. ഒന്നുമില്ല, അവരൊന്ന് എന്നെ വിളിച്ചാൽ മതി. ഞാനിവിടെ പറയുന്നത് മാത്രം. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയിപ്പം ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യും. ഓരോരുത്തരായിട്ട് അവരവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക. ഏതെങ്കിലും ആൾ സംസാരിക്കുമ്പോൾ ആദ്യം ആളുടെ പേര് പറയുക. ആളുടെ പേര് പറയുമ്പോൾ ആ ആദ്യം കേൾക്കുന്ന പേര് ഞാൻ പറയും, അയാൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, ബാക്കി എല്ലാവരും ഒപ്പം മ്യൂട്ട് ചെയ്യുക. ഞാൻ പറയുന്ന പേര് മാത്രം, ഒരാള് സംസാരിക്കുമ്പോൾ ആദ്യം അയാളുടെ പേര് പറയുക, കേട്ട പേരിൽ ഒരു പേര് ഞാൻ പറയും, അയാൾ മാത്രം സംസാരിക്കുക, മറ്റേയാള് ബാക്കി എല്ലാവരും സംസാരിക്കാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ശേഖരൻ മാഷ, നമുക്ക് പിന്നെ അക്കാഡമിക് സൈഡിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് വേണമെങ്കിൽ പിന്നീട് ഒരു ദിവസം. ഓക്കെ, അത് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് മതി. എന്നുവെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്ത സാധ്യതകളെ കുറിച്ച്, ശാസ്ത്ര വിദ്യാഭ്യാസം, അതുപോലെ ആർട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകൾ, അതിനെങ്ങനെ ഒരുങ്ങണം എന്നൊക്കെയുള്ള രീതിയിൽ എന്റെ യഥാർത്ഥ എന്താ പറയാ ട്രെയിനിങ് സെഷൻ പറഞ്ഞ സാധനം അത് പിന്നീട് ഒരു ദിവസം സമയത്തോടെ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പേര് പറയാം. യദുനന്ദിന്റെ കാരനാണ്, പറയൂ. യദുനന്ദ പറയൂ, എന്താണ് പറഞ്ഞു? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. വേറെ ആരെങ്കിലും പറയൂ. യെസ്, സതീഷ് എ പി എന്തോ പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. നവനീതേ, സക്സസ്ഫുൾ ആണ് എന്നെ ഒരു റീഡിംഗ് എങ്ങനെയാ? മാക്സിമം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? അതൊന്ന് എടുക്കുക, ഒരു ഫീഡ്ബാക്ക് എടുക്കുക നാളെ. ആർക്കൊക്കെ ഇതിന്റെ മുഴുവൻ ഗുണവും കിട്ടിയെന്ന് നോക്കാം. ഒരു സെക്കൻഡ്, ഒന്ന് ഫുൾ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, പറയൂ. നവനീത് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആദ്യം ആർക്കൊക്കെ ഇത് പൂർണ്ണമായി ഗുണത്തിനെത്തി എന്ന് നോക്കുക. ഒരു ഫീഡ്ബാക്ക് എടുക്കുക. കൃത്യമായി ഇത് ഈ ടെക്നോളജി കൃത്യമായി വീടുകളിൽ എത്തിയെന്ന് ഉറപ്പിക്കുക. അതിലിപ്പോ 56 പേരില് 48, 49 അല്ലെങ്കിൽ 50 പേർക്ക് ഇത് കൃത്യമായി എത്തുന്നുണ്ട് എങ്കിൽ ഓക്കെ, ഈ അക്കാഡമിക് പ്രോഗ്രാം നിങ്ങളുടെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നടത്താം. ഈവൻ ഒരു ചെറിയ സെറ്റപ്പ് സ്റ്റുഡിയോ ചെയ്താൽ ഒരു അധ്യാപകനെ ഒരു ദിവസം വിളിച്ചു വരുത്തി ആവശ്യമുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കൊടുക്കാം. ആവശ്യമുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം യൂട്യൂബിലൂടെ എത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറിന് ഡൗട്ട്സ് ക്ലിയറൻസ് സെഷന് വേണ്ടി ഒരു സൂം മീറ്റിംഗ് നടത്താം. നമ്മളിപ്പോ ഇന്ന് നടന്നത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്ന് അതും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ പറഞ്ഞ സൂം മീറ്റിംഗ് നടക്കുന്ന ദിവസം റെക്കോർഡ് ചെയ്യാം. ആർക്കെങ്കിലും അത് കിട്ടുന്നില്ല എങ്കിൽ ആ റെക്കോർഡഡ് വേർഷൻ എങ്ങനെയെങ്കിലും അവർക്ക് എത്തിക്കാനുള്ള വഴി നോക്കാം.
230 to 250 കുട്ടികളാണ് ഇപ്പം ഏകദേശം പഠിക്കുന്നത്. അപ്പോ നമ്മളിപ്പം ഏകദേശം 50 to 60, 65 വരെയാണ് ഇപ്പൊ മാക്സിമം ആയിട്ട് ആളുകൾ അതിൽ വന്നത്. അതിലിപ്പം സ്റ്റാഫും ഉണ്ട്, ഏകദേശം 7 സ്റ്റാഫും അതേപോലെ 3 മറ്റാളുകളും ഉണ്ട്. അപ്പോ ബാക്കിയുള്ള ആളുകൾ ഇപ്പം ഫേസ്ബുക്കിലൂടെ, അതായത് ഈ വീഡിയോ കുറച്ചുകൂടി കംപ്രസ് ചെയ്തിട്ട് അവർക്ക് വാട്സപ്പിലൂടെ ഒക്കെ കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫേസ്ബുക്കും കംപ്രസ് ചെയ്തതിനു ശേഷം വാട്സപ്പ് യൂസ് ചെയ്യും, പിന്നീട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് തീർച്ചയായിട്ടും അക്കാഡമിക്സിനെ ഇനി ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. നല്ല സെറ്റപ്പിലുള്ള ഒരു സ്റ്റുഡിയോ റൂം ദേവിവിലാസം സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ടീച്ചേഴ്സ് സ്കൂളിൽ വന്ന് റെക്കോർഡിംഗ് വേർഷൻസ് ക്ലാസ് എടുക്കുക. പിന്നെ ലൈവ് ക്ലാസ്സുകൾ ലിമിറ്റഡ് ടൈമിൽ നടത്താൻ ഞാൻ എന്റെ ഒരു നിർദ്ദേശം വെക്കാണ്. അത് ഇവൻ ഇതൊന്നും സംഭവിച്ചില്ല, ഇതിന് ശേഷം നമ്മൾ കൊറോണ കാലത്തിന് ശേഷവും നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് മുമ്പേ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് റെക്കോർഡഡ് വേർഷൻസ് കൊടുക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഈ ടെക്നോളജി വിദ്യാഭ്യാസമായിട്ട് വല്ലാണ്ട് ലിങ്ക് ആവും. അപ്പോ ആ സാഹചര്യത്തിനനുസരിച്ച് ദേവിവിലാസത്തിനും മാറാനുള്ള സാധ്യതകൾ നമുക്ക് നോക്കി കാണുന്നുണ്ട്. അപ്പൊ നല്ലൊരു സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്യും. ഒരുപാട് ഹൈഫൈ അല്ല, പണം ചെലവിട്ടിട്ടാണ് കറക്റ്റ് സൗകര്യം വെച്ചു, സോഫ്റ്റ്വെയർ സപ്പോർട്ട് കറക്റ്റ് ആയിട്ട് വെച്ചു. വെറും മൊബൈൽ ഫോൺ വന്നില്ല, വെറും മൊബൈൽ ഫോൺ എല്ലാം നമുക്ക് മൊബൈലിലൂടെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് കാര്യത്തില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ചോദിക്കുന്നില്ലല്ലോ. ഹലോ, പ്രേമകുമാർ. അതെ, സംശയങ്ങളല്ല, എനിക്ക് കുറച്ച് നല്ലൊരു എന്താ പറയാ, നമ്മള് ചിന്തിക്കുന്നത് തന്നെ മാഷ് തന്നെ പറഞ്ഞു തന്നപ്പോ അത് ഭയങ്കര ഭാഗ്യമായി. എന്നുവെച്ചാൽ ഏത് തരത്തില് കുട്ടികളോട് ഇടപെടണം എന്നുള്ള അവ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് ഭാഗമൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതിന് വളരെ നന്ദി. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയും. ഞാൻ ഈ കേൾക്കുന്ന പ്രേമകുമാറിനെ കുറിച്ച് വ്യക്തമായി ഞാൻ എന്റെ ഒരു ഒബ്സർവേഷൻ പറയാം, ശരിയാണോ എന്ന് പറയും. ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴൊക്കെ താങ്കളുടെ മുഖത്ത് നല്ലൊരു ചിരി ഞാൻ കണ്ടിരുന്നു. അതിൽ പലതും താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ് എന്ന് ഞാൻ പറയും. ശരിയല്ലേ? കുറച്ചൊക്കെ വളരെ അഭിമാനത്തോടെ ഒരു നല്ല പാരന്റിങ് നടത്തുന്നു എന്ന് അഭിമാനത്തോടെ വിശ്വസിക്കുന്ന ഒരാളാണ് പ്രേമകുമാർ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തിലുള്ള ചിരി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതാണല്ലോ എന്നുള്ള ഒരു അഭിമാനം അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ അടിവരയിടാനായിട്ടും സാറിന്റെ വാക്കുകൾ വളരെ സഹായിച്ചു. ഇനി ഭാവിയിൽ അത് ശ്രദ്ധിക്കാം. പിന്നെ അച്ഛന്റെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പൊന്നാടത്ത് എന്ന പേര് ഞാൻ നേരത്തെ ഇത് വാട്സാപ്പിൽ കണ്ടപ്പോ ഇങ്ങനൊരു ബന്ധമാണ്, മകനാണ് എന്നത് എനിക്കറിയില്ലായിരുന്നു. ഇത് പറഞ്ഞു കേട്ടപ്പോ എന്താ പറയാ, അച്ഛനെ ബഹുദൂരം പിന്നിലാക്കും ഭാവിയിൽ എന്നത് തോന്നുന്നു. വേറൊരു മേഖലയിലാണെങ്കിലും. വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇനി ഫോണിലോ മറ്റു ബന്ധപ്പെടുന്ന ആഗ്രഹിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു. Thank you so much. Thank you. വേറെ സരിത അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സരിത എന്താ ചോദിക്കുന്നത്? എന്റെ കൂടെ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ് അതൊരു കഥയുണ്ട്. അതായത് ഒരു ഡോക്ടർ എന്ത് ചെയ്തു വെച്ചാൽ ഒരു രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ രോഗി വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ രോഗിക്ക് മനസ്സിലായി നേരത്തെ ഡോക്ടർ പഠിച്ച സ്കൂളിലെ ഒരാളാണെന്ന് മനസ്സിലായി. ഇയാള് കാര്യങ്ങൾ പറഞ്ഞപ്പോ രോഗിക്കും മനസ്സിലായി ഇത് ഞാൻ പഠിച്ച സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ സ്ത്രീ വിചാരിച്ചോ ഇത്ര പ്രായമുള്ള സ്ഥിതിക്ക് ഇവൻ എന്റെ കൂടെ പഠിച്ചതായിരിക്കും, എന്റെ മാഷാവാനാണ് സാധ്യത. ഓക്കെ, ഈ സ്ത്രീ വിചാരിക്കാം ഇയാൾ ഇത്ര പ്രായമായില്ലേ, ഞാൻ വളരെ ചെറുപ്പമാണല്ലോ, ഇയാള്
ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഈ ഡോക്ടർ സ്ത്രീയോട് ചോദിക്കാൻ, അല്ല മാഡം, ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് വിഷയമായിരുന്നു എന്നെ പഠിപ്പിച്ചത്? നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര യങ്ങാണ്. നമ്മുടെ കൂടെ പഠിച്ച പലരെയും കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ മാനസികമായി വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ നോക്കി, നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല ഇവർ നമ്മുടെ കൂടെ പഠിച്ചവരാണ്. അപ്പോഴാണ് നമുക്ക് റിയാലിറ്റി മനസ്സിലാകുന്നത്. നമ്മളാ ഇപ്പൊ എന്നെ കണ്ടാലും ആളുകൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് കൂടെ പഠിച്ചവരെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു പ്രായത്തിന്റെ ഗൗരവം മനസ്സിലാകും. ആ പറയും കേക്കട്ടെ, സരിത എന്തോ ചോദിക്കാൻ വന്നു. നമ്മള് സമയം അതിക്രമിക്കുകയാണ്. വേറെ ചോദിക്കാനുള്ളവരും? അപ്പൊ ഞാന് ചടങ്ങിന്റെ നിയന്ത്രണം ശേഖരൻ മാഷെ തിരിച്ചേൽപ്പിക്കുകയാണ്. വേറെ ആർക്കും കാര്യങ്ങൾ ചോദിക്കാനില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു 10-15 സെക്കൻഡ് കാത്തിരിക്കാം. എന്തെങ്കിലും സംസാരിക്കാനുള്ളത്? ഓക്കെ, ഞാൻ ചടങ്ങിന്റെ നിയന്ത്രണം ശേഖരൻ മാഷ് തിരിച്ചെടുക്കും. റോത്തറിനെ ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യണേ, നേരെ ഒരു വോയിസ് അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ശേഖരൻ മാഷ് പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ മാഷെ. ശേഖരൻ മാഷ് അൺമ്യൂട്ട്. നല്ലൊരു ക്ലാസ് ആണ് എടുത്തതെന്നുള്ള മാഷെ പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആണ്. നമുക്കിപ്പോ ഈ ഒരു 1.5 മണിക്കൂർ നല്ലൊരു ക്ലാസ്, നല്ലൊരു വളരെ ഓരോരുത്തർക്കും ആവശ്യകരമായ, ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നിയ കാര്യങ്ങളാണ് അംശിലാൽ കൈമാറിയിട്ടുള്ളത്. അത് പലരെയും കണ്ടാൽ തന്നെ അറിയാം അത് എത്രത്തോളം സ്വീകാര്യമായിരുന്നു എന്നുള്ളത്. ഏതായാലും അംശിലാലിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് സ്വീകരിച്ചു, ഡേറ്റ് തന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. വളരെ 1/2 മണിക്കൂർ 3/4 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ഇപ്പൊ 3/4 1.5 മണിക്കൂറായി. ഇനിയും കുറെ പറയാനുണ്ട്, പറഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല. ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സില് ഇനിയും ക്ലാസ്സുകൾ അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ രക്ഷിതാക്കളായി സംവദിക്കാം, അക്കാദമിക് കാര്യങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ മനസ്സിലായി നമുക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയതെന്നുള്ള എനിക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാനുള്ളത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവനീത് ഓക്കെ കേൾക്കുന്നുണ്ടോ? നമുക്ക് എന്നാ പിന്നെ അവസാനിപ്പിക്കാന്നോ? ഓക്കെ. ലത ടീച്ചർ ഉണ്ടോ? ഔദ്യോഗികമായി ചെയ്യുകയാണെങ്കിൽ നന്ദി പ്രകടനത്തിനോട് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു. കാണുന്നില്ല. മജീദ് മാഷ് പോയോ? കാണുന്നില്ല. മാഷ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ലത ടീച്ചർ ഈ വർഷം നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കും. നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം എല്ലാവരും അനുഭവിക്കുന്നു. അതെ, അതൊന്ന് സോൾവ് ചെയ്യണം. ഇതിൽ പല ഇഷ്യൂസും സോൾവ് ചെയ്യാൻ പറ്റും. നല്ലൊരു നെറ്റ് കണക്ഷൻ എടുത്താൽ തന്നെ വീട്ടിലും റേഞ്ച് ഉള്ള മൊബൈൽ ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു നെറ്റ് കണക്ഷൻ എടുത്താലും, പിന്നെ വൈഫൈ എടുക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുക. കാര്യം ഇനി അങ്ങോട്ട് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബ്രോഡ്ബാൻഡ് എടുക്കുക ഒരു 1000 രൂപ ചെലവുണ്ട്. പക്ഷെ സത്യമാണ്, 1000 രൂപ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ലത ടീച്ചർ വന്നിട്ടുണ്ട്. ലത ടീച്ചർ നമസ്കാരം. ഹലോ അംശു, വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ക്ലാസ്
ഞങ്ങളെ രക്ഷിതാക്കൾക്ക് കൊടുത്തതില് വളരെ അഭിമാനത്തോടെയാണ് എന്നും അംശുവിന്റെ പേര് ഞങ്ങൾ ഓർക്കാറുള്ളത്. പിന്നെ ഇത് കേട്ട അംശുവിന്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും മനസ്സിൽ വളരെയധികം, കാരണം ഈ പിന്നെ PTA മീറ്റിങ്ങിനും മറ്റും വരുന്ന സമയത്ത് അവർ ഓരോരുത്തരെന്ന് വെച്ചാല് ഈ കുട്ടികളെ നന്മ പറയുന്നതിനേക്കാളേറെ, ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, ഓരോ നിമിഷവും കുട്ടികൾ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ആ ഒരു കുറ്റപ്പെടുത്തലിലൂടെയാണ് അവര് ക്ലാസ് PTA വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികൾക്കും രക്ഷിതാക്കള് വരണ്ട എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ആ ഒരു നിലപാടിലാണ് ഉണ്ടാവാറ്. പല രക്ഷിതാക്കളെ ആ പെരുമാറ്റത്തൊന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതായത് അവർക്ക് നല്ലൊരു ഉപദേശമാണ് അംശുവിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയിരിക്കുന്നത്. പല കാര്യങ്ങളിലും നല്ലൊരു ഉപദേശമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ എല്ലാ രീതിയിലും അംശു സഹായിക്കണം. അംശുവിന്റെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം ഞങ്ങള് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വൃത്യനാണ്. വളരെയധികം സന്തോഷമുണ്ട്. അതിനേക്കാളേറെ രക്ഷിതാക്കളോട് കൂടി പറയാനുള്ളത്, ഇത്രയും രക്ഷിതാക്കള് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ക്ലാസ് ശ്രദ്ധിച്ച് വളരെ സജീവമായിട്ട് പങ്കെടുത്തു എന്നുള്ളതിൽ തന്നെ ഈ രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. പല ആൾക്കാർക്കും ഇനിയും പങ്കെടുക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളുണ്ട്. അവർക്ക് ശേരൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ പിന്നെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കൊണ്ടാണ് അവർക്ക് പലർക്കും പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. അപ്പൊ ഏതായാലും പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി തുടർന്ന് അങ്ങോട്ടും അവർ ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളൊരു വല്ലാത്തൊരു പരിതസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പം കഴിയുന്നത്. അപ്പം പലർക്കും പിന്നെ ഈ മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളുണ്ട്. ഞങ്ങളെ കുട്ടി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്, അപ്പൊ അതിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ രക്ഷിതാക്കളിൽ ഉണ്ടാക്കാൻ അംശുവിന്റെ ഈ ക്ലാസ് കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അംശു എന്ന പേര് പറയുന്നത് തന്നെ എന്നെക്കാളും ഇപ്പൊ ഒരുപാട് ഉയരത്തിലാണ്, എന്നാലും സ്നേഹം കൊണ്ടാണ് അംശു എന്ന് തന്നെ വിളിക്കുന്നത്. ഏതായാലും ഞങ്ങളെ സ്കൂളിന്റെ ഈ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ അംശുവിന് പ്രത്യേകം നന്ദി പറയാണ്. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.